നാമത്തിൽ സ്നേഹവന്ദനം. ഇത്രയും സ്നേഹവും ബഹുമാനമുള്ള പ്രകാശിച്ചൻ, സെലിൻ കൊച്ചമ്മ, മോൻ, പ്രിയ ചർച്ച് കമ്മിറ്റി അംഗങ്ങളെ, ക്വയർ അംഗങ്ങളെ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയ ദൈവജനമേ, എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഈ ഒരു നോമ്പിൻ്റെ കാലയളവിൽ കൺവെൻഷനായിട്ട് ഇവിടെ കൂടി വരുന്ന ഈ വേളയിൽ ഈ വചനവുമായിട്ട് നിൽപ്പാൻ ദൈവം തന്ന വലിയ പദവിക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യും. എനിക്കതിന് യാതൊരു യോഗ്യതയുമില്ല. പ്രത്യേകിച്ച് ഞാൻ അതിശയിച്ചു പോയി. പ്രകാശിച്ചത് എന്ത് ധൈര്യത്തിലാണ് എന്നെ ഈ ഒരു 1.5 മണിക്കൂർ പ്രസംഗത്തിനായിട്ട് എന്നെ ക്ഷണിച്ചതെന്ന് ഞാൻ ഓർത്തു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വളരെ പ്രഗത്ഭരായ പട്ടക്കാരുടെ ദൈവവചനം നിങ്ങൾ ഓരോരുത്തരും കേട്ടതാണ്. വളരെ പഴക്കം ചെന്ന ഒരു സഭ, ഈ സഭയിലെ ദൈവവചനത്തിന് യാതൊരു ക്ലേശവും കൂടാതെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സഭയുടെ മധ്യത്തിൽ ദൈവവചനവുമായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഏറ്റവും കാഠിന്യമേറിയ സംഗതിയാണ്. എന്നിരുന്നാലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുകയാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയെ ആവശ്യപ്പെടുന്നു. ഇവിടെ പ്രത്യേകിച്ച് പ്രകാശിച്ചൻ ഞങ്ങളുടെ കുടുംബമായിട്ട് അനേകം വർഷങ്ങളുടെ സ്നേഹബന്ധത്തിലാണ്. എൻ്റെ പിതാവിൻ്റെ കാലം മുതൽ പ്രിയ അച്ഛൻ്റെ കുടുംബവുമായിട്ട് ഞങ്ങൾക്ക് സ്നേഹബന്ധത്തിലായിരിക്കാനായിട്ട് സാധിച്ചു. ഇപ്പോഴും ആ ഒരു സ്നേഹത്തിൽ തുടരുവാൻ ഇടയാകുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അച്ഛൻ്റെ വിശ്വസ്തമായ ശുശ്രൂഷയ്ക്കായിട്ട്, ജീവിതത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അച്ഛനിലൂടെ ഈ പള്ളിക്ക് ലഭിക്കുന്ന, ഈ സഭയ്ക്ക് ലഭിക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും അത് അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നല്ലൊരു ക്വയർ ഇവിടെ ഉണ്ട്. മനോഹരമായ ഗാനങ്ങൾ, അർത്ഥവത്തായ ഗാനങ്ങൾ വളരെ ഭംഗിയായിട്ട് പാടുവാൻ പ്രിയ ക്വയർ അംഗങ്ങളെയും ഓർഗനിസ്റ്റിനെയും മാസ്റ്ററെയൊക്കെ ഇടയാക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പരിചിതമായ അനേകം മുഖങ്ങളുണ്ട്. എൻ്റെ സഹോദരി ഭർത്താവായ ലായിച്ചാനുണ്ട്. പ്രത്യേകിച്ച് എൽസ്മാമ ഇവിടുന്ന് വളരെ തീക്ഷ്ണതയേറിയ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എൽസ്മാമയുടെയൊക്കെ വചനത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ ഒന്നുമല്ല, എൻ്റെ സഹോദരിയാണ് എൽസ്മാമ. അങ്ങനെ അനേകരുടെ മുമ്പിൽ മധ്യത്തിലായിരിക്കാൻ ദൈവം ഇടയാക്കുന്ന വലിയ പദവിയാണ്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വാക്യം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ജപ്പാൻ സൂവിലെ ഒരു പഞ്ച്കിൻ മങ്കിയെ പറ്റി പലരും കണ്ടു കാണും. ഒരു കൊച്ചു കുരങ്ങ് കുഞ്ഞാണ്. അത് വളരെ അതിൻ്റെ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ എൻ്റെ അമ്മ അതിനെ എറിഞ്ഞു കളഞ്ഞു. ഈ ജപ്പാൻ സൂവിൽ അതിനെ കിട്ടിയപ്പോൾ അവിടുത്തെ കെയർ ടേക്കേഴ്സ് അതിനെ പാല് കൊടുത്തും വളരെ സൂക്ഷ്മതയോടെ അതിനെ വളർത്തി. ഇപ്പോൾ അത് വലുതായി ഓടി നടക്കുകയാണ്. പിന്നീട് സൂവിൽ മറ്റു കുരങ്ങളുടെ അടുത്ത് ചെല്ലുമ്പോഴും ആ കുരങ്ങുകൾ അതിനെ ഓടിച്ചു വിടുകയാണ്. അതിനെ ഉപദ്രവിക്കുന്നു, വല്ലാതെ അതിനെ ദേഹോപദ്രവം ചെയ്യുകയും ഓടിച്ചു വിടുകയൊക്കെ ചെയ്യുന്നു. അതിനെ ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയിലാണ് ആ കൊച്ചു പഞ്ച്കിൻ.
പഞ്ച്കിൻ. അന്നേരമാണ് ഈ സൂവിലെ കെയർടേക്കേഴ്സായ കൊസുക്കോയും ഷുംപേയും 2 കെയർടേക്കേഴ്സാണ് ഈ കുരങ്ങു കുഞ്ഞിനെ നോക്കുന്നത്. അവരൊരു കാര്യം ചെയ്തു. അവരൊരു ഓറങ്കൂട്ടൻ്റെ ചെറിയ രൂപം ടോയ് മേടിച്ച് ഈ കൊച്ചു കുരങ്ങിന് കൊടുത്തു, പഞ്ച്കിന് കൊടുത്തു. ആദ്യം അതിനെ നിരസിച്ചെങ്കിലും പിന്നീട് ഈ പഞ്ച്കിൻ അതിനെ തൻ്റെ അമ്മയായിട്ട് കണ്ടുകൊണ്ട് അതിനോട് ചേർന്ന് ജീവിക്കാൻ തുടങ്ങി. മറ്റു കുരങ്ങുകളൊക്കെ ഓടിച്ചു വിടുമ്പോഴും ഓടിപ്പോയി ഈ ഓറങ്കൂട്ടൻ്റെ അടുത്ത് നിന്ന് അതിൻ്റെ മടിയിൽ കിടക്കുകയും അതിൻ്റെ കൈ തന്നെ എടുത്ത് ദേഹത്ത് തലോടിക്കുകയും തലയിൽ തലോടിക്കുകയൊക്കെ ചെയ്യും. ഈ ഒരു ചിത്രം നമ്മൾ ഇപ്പോൾ കാണുമ്പോൾ അനേകം സൈക്കോളജിസ്റ്റുമാരും കൗൺസിലേഴ്സും ഒക്കെ ഇത് വലിയൊരു ടോപ്പിക്കായിട്ടെടുത്ത് ഇതിനെ വലിയ വിഷയമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതവും ആ കൊച്ചു പഞ്ച്കിൻ്റെ ജീവിതവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നാമും പലപ്പോഴും ഒറ്റപ്പെടലിൻ്റെയും നിരാശയുടെയൊക്കെ അവസ്ഥകളിൽ ആയിപ്പോയിട്ടില്ലേ? ഇപ്പോഴും നാം ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖമാണെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള വേദനകൾ എന്തെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മുടെ ഭാരങ്ങൾ എന്തെന്ന് നമുക്ക് മാത്രമേ പലപ്പോഴും അറിയുള്ളൂ. അത് പലപ്പോഴും ഒറ്റപ്പെടുത്തലാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗമാവാം, മാനസിക സംഘർഷങ്ങളാവാം, ജോലി സ്ഥലത്തെ പ്രശ്നങ്ങളാകാം, വിവാഹം നടക്കാത്ത അവസ്ഥയാകാം, വിവാഹം നടന്നാലും കുഞ്ഞുങ്ങളില്ലാത്ത ഒരു ഭാരപ്പെടുന്ന അവസ്ഥയാകാം, അല്ലെ മക്കളെക്കുറിച്ചുള്ള ഭാരമാകാം, മാതാപിതാക്കളെക്കുറിച്ചുള്ള ഭാരം. നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ച് ചോദിക്കും, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരം പ്രതിസന്ധികൾ നാം അനുദിനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആശ്രയം നാം എവിടെയാണ് കണ്ടെത്തുന്നത്? നാം പലപ്പോഴും കൗൺസിലേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കുറയ്ക്കാമെന്ന് വിചാരിക്കും. പലപ്പോഴും അവിടെ നിന്ന് പോയി ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയി മരുന്ന് വാങ്ങി ഉറക്കം ലഭിക്കേണ്ട അവസ്ഥയിലേക്ക് പോകുന്നവരുണ്ടാകാം. മനുഷ്യ ജീവിതത്തെ നോക്കുമ്പോൾ അവൻ എത്രയെല്ലാം സന്തോഷമെന്ന് നമ്മൾ പുറമേ നോക്കിയാലും അവൻ്റെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, അവൻ തൻ്റെ ജീവിതത്തെ കാണുന്ന വിധം പലപ്പോഴും അവൻ്റെ ജീവിതത്തിൻ്റെ നൈരാശ്യ അവസ്ഥയിലേക്ക് തള്ളിവിടുന്ന സാഹചര്യങ്ങളായി മാറാറുണ്ട്. നാം ജീവിതത്തെ എങ്ങനെ കാണുന്നു? നമ്മുടെ ജീവിതം നിരാശാപൂർണമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ നമ്മളെ തളർത്തുന്നുണ്ടോ? എൻ്റെ കൊച്ചു സ്കൂൾ കാലഘട്ടത്തിൽ പിയോനച്ചനാണ് എൻ്റെ പിതാവ്. അന്നേരം കേരളത്തിൽ പഠിച്ച സമയത്ത് ഞാൻ പഠിച്ച സ്കൂളുകളെല്ലാം ലോക്കൽ മാനേജർ അച്ചാച്ചനാണ്. മുക്കാനായി പഠിച്ചു, മാവേലിക്കര പഠിച്ചു, അങ്ങനെ പല സ്കൂളുകളിൽ മാറി മാറി പഠിച്ചു. ഓരോ 3 വർഷം കൂടുമ്പോഴും പോകും. ആ ഓരോ 3 വർഷത്തിൻ്റെയും ആദ്യത്തെ വർഷം മാനസിക സംഘർഷമാണ്. പുതിയ കൂട്ടുകാരുമായിട്ട് ഇഴുകിച്ചേരാനുള്ള ബുദ്ധിമുട്ട്, ചേർന്നാൽ തന്നെ എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ബുദ്ധിമുട്ട്. 3-ാം വർഷമാകുമ്പോൾ വലിയ രാജകീയമാണ്. അവിടുത്തെ അച്ഛൻ്റെ മോളാണെന്നുള്ള വലിയ പ്രൗഢിയോടെ തല ഉയർത്തി നിൽക്കും. എന്നിരുന്നാലും അച്ഛൻ്റെ മോളായതുകൊണ്ട് എല്ലാവർക്കും വലിയൊരു പ്രതീക്ഷയാണ്. ഇവിടെ ഭയങ്കര മിടുക്കിയായിരിക്കും, ഭയങ്കര മാർക്ക് കിട്ടണം, കിട്ടിയില്ലെങ്കിൽ അതൊരു പ്രശ്നം. ഉടനെ വീട്ടിൽ പറയും, ടീച്ചർ വന്ന് വീട്ടിൽ പറയുമോ മോക്കൻ വിഷയ്ക്കെന്നാ പറ്റി, മലയാളത്തിന് മാർക്ക് കുറഞ്ഞു പോയോ, ഇംഗ്ലീഷിന് കുറഞ്ഞു പോയോ. അതെല്ലാം ഓരോ ഭാരങ്ങളാണ്. മാതാപിതാക്കൾ ആന്ധ്രയിലായിരുന്നപ്പോൾ ഞങ്ങൾ നാട്ടിൽ വിട്ട് ഞങ്ങളുടെ മാതാപിതാക്കളുടെ സഹോദരങ്ങളുടെ ചേർന്ന് നിന്നാണ് ഞങ്ങൾ പഠിച്ചത്. ഞാൻ മാത്രമേ ഉള്ളൂ ഹോസ്റ്റലിൽ നിൽക്കാതെ രക്ഷപ്പെട്ടു. എൻ്റെ മൂത്ത 3 സഹോദരങ്ങൾ ബഥേലാശ്രമത്തിലും ബേക്കറിൻ്റെ ഹോസ്റ്റലിലും CMS കോളേജ് ഹോസ്റ്റലൊക്കെ ആയിട്ട് 14-15 വർഷത്തോളം ഹോസ്റ്റലിൽ താമസിച്ചവരാണ്. ഞാനും എൻ്റെ പിതൃ സഹോദരനായ പിയോറിയസിൻ്റെ കൂടെയാണ് 2 വർഷം 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും നിന്ന് പഠിക്കുന്നത്. 1-ാം ക്ലാസ്സിൽ വരുമ്പോൾ മലയാളം അറിയത്തേ ഇല്ല, തെലുങ്ക് മാത്രമേ അറിയുള്ളൂ. മലയാളത്തിൻ്റെ അക്ഷരങ്ങളും അറിയത്തില്ല, മറ്റുള്ളവർ സംസാരിച്ചാലൊന്നും മനസ്സിലാകുന്നുമില്ല, എങ്ങനെ മറ്റുള്ളവരെ ഫേസ് ചെയ്യണമെന്നറിയത്തില്ല. 1-ാം ക്ലാസ്സിൽ സ്കൂളിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്. തൊട്ടടുത്താണ് മാവേലിക്കര AOMM LP സ്കൂളാണ്. പഴസനയോട് ചേർന്നാണ് സ്കൂൾ. പിയോറിസച്ചൻ
അച്ഛനപ്പച്ചനാണ് വിളിക്കുന്നത്. അന്ന് എൽസ്മാമ, ഇന്ന് 2ാം വർഷത്തിൽ എൽസ്മാമ അവിടെ BEd പഠിക്കാനായിട്ട് വന്നു. രാഗയുള്ള സന്തോഷം. വെള്ളിയാഴ്ച എൽസ്മാമയുടെ കയ്യിൽ തൂങ്ങി വേറൊരു സഹോദരൻ്റെ വീട്ടിൽ പോകും. അവിടെ എൻ്റെ മൂത്ത ചേച്ചിയുണ്ട്. അങ്ങനെ ആ 2 ദിവസം ആ ചേച്ചിയുടെ കൂടെ നിൽക്കാം, എൽസ്മാമയുണ്ട്. അങ്ങനെ അവിടുത്തെ ഒരു സന്തോഷം. ബാക്കി 5 ദിവസം തിയോറസിച്ചിട്ട് പോയി. ഞാൻ പറഞ്ഞത്, ആ കൊച്ചു കാലയളവിൽ മാതാപിതാക്കൾ സുവിശേഷത്തിനായിട്ട് ആന്ധ്രയുടെ മണ്ണിൽ പോയപ്പോൾ മക്കളാകുന്ന ഞങ്ങൾ അനുഭവിച്ച സംഘർഷം ചെറുതൊന്നുമല്ല. പലതരത്തിലുള്ള ഭാരങ്ങൾ അനുഭവിച്ചു. സ്കൂളിൽ ചെന്നപ്പോഴാണെങ്കിലും ഒരു ക്ലാസ്സിൽ ചെന്നപ്പോൾ അവിടെ എന്തുകൊണ്ടോ ഒരു കുട്ടി എനിക്കെതിരായിട്ട് ഭയങ്കരമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. കുശുമ്പ് കൊണ്ടോ അസൂയ കൊണ്ടോ എന്തുകൊണ്ടോ നടത്തില്ല, ഞാനൊന്നും ചെയ്യാനിട്ടും തിരിച്ചിങ്ങോട്ട് ഗ്യാങ് കൂടി നമ്മളെ ഒരു റാഗ് ചെയ്യുന്നൊരവസ്ഥ. അന്നൊക്കെ ഇതുപോലെ ഭാരമാണ്. നമ്മുടെ കുട്ടികളൊക്കെ കടന്നു പോകുന്ന ഒരു ലെവലുകളാണ് നാം ചിന്തിക്കേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങൾ, സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ഭാരങ്ങൾ എന്തെല്ലാമാകാം, അനുഭവിക്കുന്നുണ്ടോ, അവർ നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ടോ, മാതാപിതാക്കളായ നമ്മളോട് അവർ പറയുന്നുണ്ടോ നമ്മുടെ ഭാരങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ഭാരങ്ങളെ എത്രത്തോളം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെല്ലാമാണ് ഈ കർത്താവിൻ്റെ വചനം നമ്മളെ ബലപ്പെടുത്തേണ്ടത്. മത്തായി 11:28 യേശുക്രിസ്തുവിൻ്റെ മനസ്സലിവാണ് അവിടെ കാണുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താനും അതിനുവേണ്ടി ഒരു നല്ല പേര്, ഒരു നല്ല മനുഷ്യനാകാനും ഉള്ള ഒരു പരിശ്രമത്തിൽ ഒട്ടും സംതൃപ്തി ലഭിക്കാത്ത ഒരു ജനക്കൂട്ടത്തിൻ്റെ മധ്യത്തിലാണ് യേശു കർത്താവായത്. വർഷങ്ങളായിട്ട് ദൈവവചനം ലഭിക്കാതെ അലഞ്ഞുഴന്ന ജനക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ യേശു കർത്താവ് ചെല്ലുമ്പോൾ അവർ ദൈവം എവിടെയാണ്, ആരാണ് ദൈവം, ദൈവത്തോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ദൈവത്തിൻ്റെ മുമ്പിൽ എങ്ങനെയാണ് ആയിരിക്കേണ്ടത്, ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാം എന്നൊക്കെയുള്ള ചിന്തകളിൽ ഭാരപ്പെട്ട് സംതൃപ്തി ഇല്ലാതെ നിൽക്കുന്ന ഒരു കൂട്ടത്തോട് കർത്താവ് സംസാരിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൽ 9-ാം അധ്യായം വരെ നാം നോക്കുമ്പോൾ അവിടെ യേശു കർത്താവ് ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവരുടെ കൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. യായിറോസിൻ്റെ മകളെ സൗഖ്യമാക്കുന്നുണ്ട്, രക്തസ്രാവക്കാരി സ്ത്രീയെ സൗഖ്യമാക്കുന്നുണ്ട്, 2 കുരുടന്മാരെ സൗഖ്യമാക്കുന്നുണ്ട്, ലഗ്യോൻ ബാധിച്ച ഭൂതബാധിതനായ മനുഷ്യനെ സൗഖ്യമാക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ട്. എന്നാൽ പിന്നീട് 10-ാം അധ്യായത്തിലേക്ക് നാം കടക്കുമ്പോൾ പത്താം അധ്യായത്തിലാണ് പ്രാക്ടിക്കൽ വർക്കിനായിട്ട് യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് വിടുന്ന നാം കാണുന്നത്. അവിടെയാണ് യേശുവിൻ്റെ ശിഷ്യന്മാരുടെ പേരുകൾ നാം കാണുന്നത്. അതിനു മുമ്പ് ശിഷ്യന്മാർക്കുള്ള ഉപദേശങ്ങളൊക്കെ നൽകി അവരെ അധികാരപ്പെടുത്തുകയാണ്. എന്തിനാണ് അധികാരപ്പെടുത്തുന്നത്? അശുദ്ധാത്മാക്കളുടെ മേലും രോഗബാധിതരുടെ മേലും സൗഖ്യമാക്കുവാനൊക്കെ അധികാരപ്പെടുത്തുന്ന കർത്താവ്. കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് എന്തിനാണെന്ന് മറ്റു പല സുവിശേഷങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലേ. അവൻ തന്നോട് ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന്, അയപ്പാനും, ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും 12 പേരെ നിയമിച്ചിരുന്നു. അപ്പോൾ അത് നിയമിച്ചു കഴിഞ്ഞ് ആ 12 പേരെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരായിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് അവർക്ക് ഉപദേശങ്ങളൊക്കെ കൊടുത്ത് എങ്ങനെ ആയിരിക്കണം, നിങ്ങളെങ്ങനെ പോകണം എന്നൊക്കെ അവർക്ക് ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുത്ത് കർത്താവ് അവരെ വിടുന്നതിന് മുമ്പ് പ്രാക്ടിക്കൽ വർക്കിനായിട്ട് യേശു കർത്താവും അവരും കൂടെ പോകുമ്പോൾ അവരുടെ അടുത്ത് വരുന്ന ഒരു ജനക്കൂട്ടത്തെ കാണുന്നുണ്ട്. സംശയങ്ങളുമായിട്ട് വരുന്ന ഒരു കൂട്ടർ. ഒന്നാമത് യോഹന്നാൻ തന്നെ പറഞ്ഞു വിടുന്ന കുറച്ച് പേര്, യോഹന്നാൻ്റെ ശിഷ്യന്മാരാണ്. വരുവാനുള്ളവൻ നീയാണോ, ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണോ? യോഹന്നാൻ്റെ വലിയ പ്രതീക്ഷയായിരുന്നു യേശു കർത്താവ് വരുമ്പോൾ രക്ഷ നൽകും. ചിലപ്പോൾ യോഹന്നാനും
തൻ്റെ കാരാഗ്രഹത്തിൽ നിന്നുള്ള മോചനം യേശു കർത്താവിലൂടെ സാധ്യമാകുമെന്ന് ചിന്തിച്ചു കാണും. യേശു കർത്താവ് ഒരു പൊളിറ്റിക്കൽ ലീഡറായിട്ട് ഈ ലോകത്തെ രക്ഷിക്കുമെന്ന് ചിന്തിച്ചു കാണും. യോഹന്നാൻ സ്നാപകൻ ശിഷ്യന്മാരെ വിടുന്നത് തൻ്റെ സ്വന്തം ഉദ്ദേശത്തിന് മാത്രമല്ല, തൻ്റെ ശിഷ്യന്മാർ തനിക്ക് ശേഷം യേശുവിനോട് ചേർന്ന് സുവിശേഷ വേലയ്ക്കായിട്ട് പോകണം. അവർക്ക് യേശുവിനെ മനസ്സിലാകണം, അവർക്ക് യേശു ആരാണെന്ന് മനസ്സിലാക്കണം. മറുപടി വളരെ വ്യക്തമാണ്. യോഹന്നാനോട് നീ ചെന്ന് പറ, നിങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ കാണുന്നത്? ഇവിടുത്തെ രോഗികൾ സൗഖ്യമാകുന്നു, കുരുടർക്ക് കാഴ്ച ലഭിക്കുന്നു, മുടന്തർ നടക്കുന്നു. ഇതെല്ലാം ചെന്ന് പറയാൻ പറഞ്ഞ് അവരെ വിടുകയാണ്. എന്നാൽ ഒരു കാര്യം യേശു കർത്താവ് അവിടെ പറയുന്നുണ്ട്, എന്നാൽ എങ്കൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. മത്തായി 5-ന്റെ 5-ാം അധ്യായത്തിൽ നമ്മൾ ഭാഗ്യ അവസ്ഥകളുടെ വർണ്ണന നമ്മൾ കാണുന്നു. ആ ഭാഗ്യാവസ്ഥകളുടെ കൂട്ടത്തിൽ യേശു കർത്താവ് കൊടുക്കുന്ന ഒരു വചനം കൂടെയാണ്, എങ്കൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ആദ്യത്തെ വാർണിംഗ് ആണ്, നിങ്ങൾ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ഞാൻ ആരാണെന്ന് മറന്നു പോകാനോ എന്നെ സംശയിക്കുവാനോ പാടില്ല. എങ്കിൽ ഇടറിപ്പോകാതെ നിന്നാൽ, അവസാനത്തോളം നിന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. അവിടെയും അതിനുശേഷം പക്ഷേ യേശു കർത്താവ് യോഹന്നാനെ കുറിച്ച് വലിയൊരു സാക്ഷ്യമാണ് അവിടെ കൂടിയിരുന്ന ജനക്കൂട്ടത്തോട് പറയുന്നത്. യോഹന്നാനേക്കാൾ വലിയവനില്ല സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ. യോഹന്നാൻ കാരാഗ്രഹത്തിലായതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം. സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി സംസാരിച്ചതുകൊണ്ട് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട ഏറ്റവും ക്രൂരമായ ശിക്ഷകൾ അനുഭവിക്കുന്ന യോഹന്നാൻ സ്നാപകൻ. പിന്നീട് അവൻ്റെ മരണം എങ്ങനെയായിരുന്നു എന്ന് നാം കാണുന്നതാണ്. എന്നാൽ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനായ യോഹന്നാൻ സ്നാപകന് ലഭിച്ച ജീവിതം എത്രത്തോളം കഷ്ടതകൾ നിറഞ്ഞതായി. ആ യോഹന്നാൻ സ്നാപകൻ ഒരു സുഖലോലുപനായിട്ട് ജീവിച്ച വ്യക്തിയല്ല. മരുഭൂമിയിൽ ഏറ്റവും കഷ്ടതകളിൽ കൂടെ നടന്ന്, ഏറ്റവും ലഘുവായ ഭക്ഷണം കഴിച്ച്, ഏറ്റവും ലഘുവായ വസ്ത്രം ധരിച്ച്, മാനസാന്തരത്തിന്റെ സുവിശേഷം മാത്രം പ്രസംഗിച്ച് നടന്ന യോഹന്നാന് ലഭിച്ച അവസ്ഥ, അവൻ്റെ ജീവിത അന്ത്യം എത്രത്തോളം ഭീകരമായി. നാം പലപ്പോഴും ചിന്തിക്കും, ദൈവമേ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും, ഇത്രയും നിന്റെ വചനം കേട്ടിട്ടും, ഇത്രയും ഞാൻ പ്രസംഗിച്ചിട്ടും, പാട്ട് പാടിയിട്ടും, പള്ളിയിൽ പോയിട്ടും ഒന്നും ദൈവമേ എന്തുകൊണ്ടാണ് എനിക്കൊരു നല്ലത് വരാതെ? എന്തുകൊണ്ടാണ് എനിക്ക് മാത്രമേ ഈ കഷ്ടത? എന്തുകൊണ്ട് എനിക്ക് മാത്രമേ ഈ വേദനകൾ? നാം പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കഷ്ടതകളെ പറ്റി. എനിക്ക് മാത്രമേ ഉള്ളോ ഈ വേദനകളൊക്കെ? വലിയ ആർഭാടത്തിലും സുഖലോലുപതയിലൊക്കെ ജീവിക്കുന്ന എത്രയോ പേർ ഒരു കുഴപ്പവും ഇല്ലാതെ ഓടിച്ചാടി നടക്കുന്നു. അവർക്ക് എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും ഉണ്ട്, ആത്മീയമുണ്ട്, ഭൗതികമുണ്ട്, എല്ലാ നന്മകളും അവർ അനുഭവിക്കുകയും ചെയ്യുന്നു. അന്നേരവും ഞാൻ മാത്രം എന്തുകൊണ്ട് ദൈവമേ? ഞങ്ങളും പ്രകാശിച്ചു നോക്കി ഏകദേശം ജീവിതത്തിൻ്റെ ഒരേ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരാണ്. ഞങ്ങളുടെ ഇളയ മകളും സ്പെഷ്യൽ ചൈൽഡാണ്. അവൾ ഡെഫ് ബ്ലൈൻഡ് ആണ്, പാർഷ്യലി ബ്ലൈൻഡ് ആൻഡ് ടോട്ടലി ഡെഫാണ്. അവൾ അടൂർ മണക്കാല ഡെഫ് സ്കൂളിലാണ് ഇപ്പോൾ പഠിക്കുന്നത്. ആന്ധ്രാമിഷനിലായിരുന്നപ്പോഴാണ് അവൾ ജനിക്കുന്നത്. ഞാനും അച്ഛനും ഞങ്ങളുടെ ആദ്യത്തെ ഒരു വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം യുവജന സഖ്യത്തിൻ്റെ കോൺഫറൻസിൽ പുതുപ്പള്ളിയിൽ നടന്ന മിഷണറി മീറ്റിങ്ങിൽ അച്ഛനായിരുന്നിട്ടും ഞങ്ങൾ വീണ്ടും മിഷണറി വേലയ്ക്കായിട്ട് സമർപ്പിച്ചു. തോമസ് ചാവൽ തിരുമേനിയാണ്. അച്ഛനൊരു വശത്തുനിന്ന് എഴുന്നേറ്റു. അത് കാണാതെ തന്നെ ഞാനും മറ്റേ വശത്തുനിന്ന് എഴുന്നേറ്റ് പോയി മുമ്പിൽ പോയി മുട്ടുകുത്തി. മുമ്പിൽ ചെല്ലുമ്പോഴാണ് അച്ഛനും ഞാനും ഒരുമിച്ച് ഒരേ സ്ഥലത്ത് വന്ന് മുട്ടുകുത്തുന്നത് മിഷണറി വേലയ്ക്കായിട്ട്. പിറ്റേ വർഷം തന്നെ തിരുമേനി ഞങ്ങളെ ആന്ധ്രാ മിഷനിലേക്ക് വിട്ടു. എൻ്റെ പിതാവും മാതാവും ശുശ്രൂഷ ചെയ്ത മിഷൻ ഫീൽഡിലേക്ക് പോകാൻ ഞങ്ങളെ വിട്ടു. അവിടെ ചെന്ന് ഞാൻ
തിരിച്ചു വന്ന മുഴുവൻ സ്കൂളിലും കോളേജിലും എല്ലാം കേരളത്തിൽ പഠിച്ചപ്പോൾ തിരിച്ചു ചെന്നപ്പോൾ തെലുങ്ക് വീണ്ടും മറന്നുപോയി. വീണ്ടും ഒന്നേന്ന് പഠിക്കേണ്ടി വന്നു. പക്ഷേ എഴുതാനും വായിക്കാനും ഒക്കെ വേഗം പഠിക്കാൻ സാധിച്ചു. പറഞ്ഞാൽ ആ മിഷണറി വേലയിലായിരുന്ന സമയത്ത് തർക്കാൽ മിഷനിൽ വെച്ചാണ് ഞങ്ങളുടെ മൂന്നാമത്തെ കുഞ്ഞ് ജനിക്കുമ്പോൾ അവൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്, കണ്ണിനെന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലായി. അവളുടെ കണ്ണുകൾ കറങ്ങും, കൃഷ്ണമണി വട്ടം കറങ്ങും, രണ്ട് കണ്ണിൻ്റെ താഴോട്ടങ്ങ് പോകും, മുകളിൽ കാണത്തില്ല. എന്താണെന്ന് പല ആശുപത്രിയിലും കാണിച്ചിട്ടും ആർക്കും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. 2 മാസത്തിൽ അത് മനസ്സിലാക്കാനുള്ള ടെക്നോളജിയുള്ള ആശുപത്രികൾ അന്ന് കുറവായി. പിന്നീടാണ് ഹൈദരാബാദിലുള്ള LV പ്രസാദ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ എല്ലാം പരിശോധന എല്ലാം കഴിഞ്ഞ് ഞങ്ങളെ രണ്ടുപേരെയും കൂടെ വിളിച്ച് ഒറ്റയടിക്ക് ഞങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞിന് കണ്ണ് കാണത്തില്ല, നിങ്ങളുടെ കുഞ്ഞിന് 1/2 മീറ്റർ എളുപ്പം കാണാമായിരിക്കും, പിന്നെ നിങ്ങൾക്കിങ്ങനെ വളർത്താം, എന്തേലും തെറാപ്പിയൊക്കെ കൊടുത്ത് എങ്ങനെയൊക്കെ കൊണ്ടുപോകാം, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊറ്റയടിക്ക് ആ ഡോക്ടർ മുഖത്ത് നോക്കി. ഹൃദയമാകെ തകർന്നു പോയ അവസ്ഥയാണ്. പിന്നെ ഒരു കൗൺസിലിംഗ് എന്ന് പറഞ്ഞ് കുറച്ച് നേരത്തേക്ക് ഒരു സ്ത്രീയുടെ അടുത്ത് വിട്ടു. അവരെന്തൊക്കെയോ പറഞ്ഞു, അതൊന്നും കേട്ടതേ ഇല്ല എന്തുവാണ്. അത്രയ്ക്ക് ഹൃദയം കലങ്ങിപ്പോയി. പിന്നീട് അവിടെ നിന്ന് ആന്ധ്രാമിഷനിൽ തന്നെ തുടരുകയാണ്. മാതാപിതാക്കൾ നാട്ടിലാണ്. മിഷണറി ആയിരുന്ന മാതാപിതാക്കൾ ഞങ്ങൾ മിഷണറിമാരായിട്ട് വർക്ക് ചെയ്യുന്നു. എന്തുകൊണ്ട് ദൈവമെന്ന് ആദ്യമൊക്കെ ചോദിച്ചു. ഏകദേശം 1 വർഷം എടുത്തു ഈ ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ. ഓരോ പ്രഭാതങ്ങൾ ഉണരുമ്പോഴും ഞെട്ടി ഉണരും. ഉറക്കം കുറവാണ്, കുറച്ചു നേരം ഉറങ്ങിയാൽ ഞെട്ടി ഉണരും. എന്ത് ചെയ്യും ദൈവമേ, പെൺകുഞ്ഞാണ്, എങ്ങനെ വളർത്തും, എങ്ങോട്ട് പോകും. വളരെ ഭാരപ്പെട്ട ദിവസങ്ങൾ. പിന്നീട് അച്ഛൻ കുവൈറ്റിൽ പോയി, ഞാൻ നാട്ടിൽ വന്നു, മാതാപിതാക്കളോടൊത്തായിരുന്നു. 1 വർഷത്തിന് ശേഷമാണ് വീണ്ടും ആ 1 വർഷത്തിൽ പലയിടത്ത് കൊണ്ടുപോയി. എന്തെല്ലാം ട്രീറ്റ്മെൻറ്റ് ലഭിക്കാമോ അവിടെയൊക്കെ കൊണ്ടുപോയി. എല്ലാവരും പറഞ്ഞു ഇതിനൊരു ട്രീറ്റ്മെൻറ്റും ഇല്ല, 1 ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്ന ഒരു കണ്ടീഷനാണ്, ഇതിന് വരും കാലങ്ങളിൽ എല്ലാം കണ്ടുപിടിച്ചെങ്കിലായി ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ സ്റ്റെം സെൽ തെറാപ്പിയോ എല്ലാം വന്നാൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അവിടെ നിന്നോട്ട് 1 വർഷത്തിന് ശേഷം വീണ്ടും കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി ടെസ്റ്റ് ചെയ്തു. അന്നേരമാണ് അവിടുത്തെ ഡോക്ടർ, അന്നവിടെ ഇയർ ഫങ്ഷനിങ് ടെസ്റ്റ് ഉണ്ടായിരുന്നു, യാദൃച്ഛികമായിട്ട് അവളുടെ ചെവികളും പരിശോധിച്ചു. പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവരുടെ 2 ചെവി ഒട്ടും കേൾക്കത്തില്ല. അന്നേരം പിന്നെ തീർന്നില്ലേ അവസ്ഥ. കണ്ണും കാണത്തില്ല, ചെവി കേൾക്കത്തില്ല. ഏറ്റവും പ്രാധാന്യമുള്ള 2 അവയവങ്ങൾ 3 വൈകല്യങ്ങളിലേക്ക് പോകും. കാഴ്ചക്കുറവ്, കേൾവിയില്ലായ്മ, സംസാരമില്ലായ്മ. കേൾവി ഉണ്ടെങ്കിൽ മാത്രമേ സംസാരിക്കുകയുള്ളൂ. ഏറ്റവും പ്രാധാന്യമുള്ള അവയവങ്ങൾ, ലോകത്തെ മനസ്സിലാക്കുവാൻ ആവശ്യമായ അവയവങ്ങൾ, ലോകത്തിലുള്ള എന്തെന്ന് ഗ്രഹിപ്പാൻ ഇതെല്ലാം ഇല്ലാതെ സാധ്യമല്ല. എന്തു ചെയ്യും, വീണ്ടും അതിനപ്പുറം ഭാരമായി. എന്നാൽ അതിനെയെല്ലാം മറികടക്കുവാൻ ഇന്നും ധൈര്യത്തോടെ കർത്താവിൻ്റെ വചനവുമായിട്ട് നിങ്ങൾക്ക് 2 പേർക്കും നിൽക്കാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ അതുല്യമായ കൃപ കൊണ്ടാണ്. മിഷണറി വേലയിൽ അനുഭവിച്ച പ്രതിസന്ധികൾ വേറെയാണ്. ആ കഷ്ടപ്പാടുകളുടെ മധ്യത്തിൽ കർത്താവിനെ മുറുകെ പിടിപ്പാൻ, ആ മിഷണറി വേലയിലും മുറുകെ പിടിപ്പാൻ, കൂടുതൽ ശക്തിയോടെ വേല ചെയ്യുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. മാതാപിതാക്കൾ മിഷണറിമാരായിരുന്നിട്ടും ഞങ്ങളുടെ ജീവിതത്തിന് ഇത് വന്നു. ഞങ്ങൾ മിഷണറിമാരായിട്ടും ഞങ്ങളുടെ ജീവിതത്തിന് ഇത് വന്നു. പലപ്പോഴും നാം ചിന്തിക്കുന്നതാണ്, ഇതൊന്നും വരത്തില്ല എന്നെങ്ങും പറഞ്ഞിട്ടില്ല, വേദപുസ്തകത്തിൽ എങ്ങും പറഞ്ഞിട്ടില്ല. കർത്താവിനെ പിന്തുടർന്നാൽ എന്താ ഉള്ളത്? 89-ാം കീർത്തനം നമ്മൾ പാടുമല്ലോ, വിശ്രമിക്കാം
ആകാശം ഭൂമിയും നിന്നെ സേവിക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ആ പാട്ടിൽ തന്നെ പറയുന്നുണ്ട്. എന്താണ്? മഹാദുഃഖം, മഹായജ്ഞം, മഹാക്ലേശം. നിന്നെ സേവിക്കുവാൻ തീരുമാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം ഇതെന്ന് ലോകം വിലയിരുത്തും. പക്ഷേ അതിൽ നിന്ന് അനുഭവിക്കുന്ന ദൈവകൃപ എത്രത്തോളം വലുതാണെന്ന് അനുഭവിക്കുന്നവർക്കറിയാം. ഈ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൽ ഈ ശിഷ്യന്മാരെ വിടുന്നതിന് മുമ്പ് കർത്താവിനെ പറ്റി അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. 9-ാം അധ്യായം 36-ാം വാക്യം, എവിടെയാണ് ആശ്രയിക്കേണ്ടതെന്ന് എന്നറിയാതെ നട്ടം തിരിയുന്ന ഒരു ജനത്തെ കണ്ട് ഇടയിലില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ട് മനസ്സറിയുന്ന കർത്താവ്. കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ട് ഇടയിലില്ലാത്ത ആടുകളെ പോലെ. ആരിൽ ആശ്രയിക്കണം? ഏത് ദൈവത്തിൽ ശരണപ്പെടണം? അവരുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ട് നമ്മളെപ്പോലെ തന്നെയായിരുന്നു അവരും, അല്ലേ? ആ മനുഷ്യരും നമ്മളെപ്പോലെ തന്നെയുള്ള മനുഷ്യരാണ്. അവരെ കണ്ട് മനസ്സറിയുന്ന യേശു കർത്താവ്. അപ്പോഴാണ് യേശു കർത്താവ് ഒരു വലിയ ആഹ്വാനം 9-ാം അധ്യായം 37-ാം വാക്യത്തിൽ കൊടുക്കുകയാണ്. കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ചിലപ്പോൾ ആ ഒരു പ്രബോധനം കേട്ടിട്ടായിരിക്കും ശിഷ്യന്മാര് അവർ ഉറപ്പിച്ച് ഞങ്ങൾ കർത്താവിൻ്റെ വഴിയിൽ തന്നെ ഈ വേലയ്ക്കായിട്ട് ഈ കുഴഞ്ഞവരും ചിന്നിയവരുമായ ജനത്തെ വീണ്ടെടുപ്പാൻ ഞങ്ങൾ കർത്താവിൻ്റെ കൂടെ പുറപ്പെടും എന്ന് ഉറപ്പിച്ച തീരുമാനമെടുത്ത ഈ 12 പേരെ കർത്താവ് ശിഷ്യന്മാരാക്കി അവരെ അധികാരം നൽകി പറഞ്ഞയക്കുകയാണ്. നമുക്കെപ്പോഴെങ്കിലും മനസ്സറിഞ്ഞിട്ടുണ്ടോ? കർത്താവിൻ്റെ വാക്ക് നമ്മൾ എത്രത്തോളം കേൾക്കുന്നു? എത്രയോ സുവിശേഷം കേൾക്കുന്നു, എത്രയോ വചനഘോഷണങ്ങൾ കേൾക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളെ തൊടുന്നുണ്ടോ? കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് പോകുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഈ ശിഷ്യന്മാരെ പോലെ ഇറങ്ങി പുറപ്പെടാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ മക്കളെ വിടാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നാം എപ്പോഴും ഏറ്റവും ഉയർന്ന ജോലി, ഏറ്റവും ഉയർന്ന ശമ്പളം, ഏറ്റവും ഉയർന്ന സൗകര്യങ്ങൾ, ഇന്നത്തെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിന്ന് പുറത്തു പോയാൽ അതാണ് നല്ലത്. കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ അമ്മ സങ്കടപ്പെടുന്നു. മോൻ അച്ഛനായ പിന്നാണ് ഈ അച്ഛന്മാർക്ക് ഇത്രത്തോളം ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അമ്മ കരയുക. മോൻ അച്ഛനായ പിന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അതിനു മുമ്പ് ഞങ്ങളും ഒരു ലേഖനായി സാധാരണ മനുഷ്യരായി ജീവിച്ച് ഞങ്ങൾക്ക് ഒരു അച്ഛൻ്റെ ഭവനത്തിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ എത്രത്തോളം മറ്റുള്ളവരുടെ നിന്നയും പഴിയും ഒക്കെ കേട്ട് വേണം ഈ ശുശ്രൂഷ ചെയ്യാൻ. എത്രത്തോളം ത്യാഗത്തോടെ വേല ചെയ്താലും അതിനൊരു നല്ല വാക്ക് എങ്ങും കിട്ടാനില്ലാത്ത ഒരവസ്ഥ ചിലപ്പോൾ ഉണ്ടാകാം. നാം നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കുന്നുണ്ടോ? വചനം കേട്ടിട്ടും മനസ്സലിവില്ലാതെ കർത്താവിൻ്റെ വാക്കിന് ചെവി കൊടുക്കാതെ ഹൃദയത്തെ കഠിനമാക്കുന്ന അവസ്ഥയിൽ എപ്പോഴെങ്കിലും ആയിപ്പോകുന്നുണ്ടോ? നമ്മെ തന്നെ ശോധന ചെയ്യാം. ദൈവത്തെ അന്വേഷിച്ച് നടന്ന ആ ജനം വളരെ ക്ഷീണിതരാണെന്ന് കർത്താവ് മനസ്സിലാക്കി. അവർക്ക് രോഗസൗഖ്യം കൊടുക്കുവാൻ ആരുമില്ല എന്ന് മനസ്സിലായി. മന്ത്രവാദികളുടെ പുറകെ പോകുന്നവര്, കുഞ്ഞുങ്ങളെ യാഗം കഴിക്കുന്നവർ, അങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനം. യോബിന്റെ പുസ്തകത്തിൽ 11-ാം അധ്യായം 7-ാം വാക്യത്തിൽ സോഫർ യോബിനോട് ചോദിക്കുന്നൊരു ചോദ്യം നിനക്കുണ്ട്. ദൈവത്തിൻ്റെ അഗാധ തത്വം നിനക്ക് മനസ്സിലാക്കാമോ? സർവശക്തന്റെ സമ്പൂർത്തി നിനക്ക് ഗ്രഹിക്കാമോ? നമുക്കിപ്പം ചുറ്റിൽ നോക്കിയാൽ നമുക്ക് കാണാം, അല്ലെ? ഈ രക്ഷയ്ക്കായിട്ട് പലവിധ പ്രക്രിയകളിൽ കടന്നു പോകുന്ന ജനത്തെ നമുക്ക് കാണാം. പല തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുന്നവരുണ്ട്. മലയാറ്റൂര്, ശബരിമല, അങ്ങനെ 100 തീർത്ഥാടന കേന്ദ്രങ്ങളിൽ
നമ്മളും കടന്നു വന്ന സാഹചര്യമാണെങ്കിൽ ഇപ്പോഴും നാമും അതിനൊക്കെ തന്നെ ചായുന്ന ഒരവസ്ഥയുണ്ട്. അവരെ നോക്കി അയ്യോ നമുക്കും അതുപോലെ പോയാൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവരെല്ലാം പോകുന്നത് ഈ ഒരു രക്ഷയ്ക്ക് വേണ്ടിയാണ്, ഈ ഒരു ആശ്വാസത്തിന് വേണ്ടിയാണ്, ഈ ഒരു വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. എവിടെ നിന്ന് രക്ഷ കിട്ടുമെന്നറിയാതെ ഉഴലുന്ന പ്രയാണത്തിലാണ് നമ്മുടെ ജനം ഓരോരുത്തരും. അവിടെ പോയാൽ എൻ്റെ ഈ കുഴപ്പങ്ങളൊക്കെ മാറിക്കിട്ടും, അവിടെ പോയി പ്രദക്ഷിണം ചെയ്താൽ എൻ്റെ അസുഖമൊക്കെ മാറിക്കിട്ടും എന്നൊക്കെ വിചാരിച്ചു പോകുന്ന ജനസമൂഹത്തിൻ്റെ മധ്യത്തിലാണ് നാമും ഇന്നും ജീവിക്കുന്നത്. അങ്ങനെയുള്ളവരുടെ മധ്യത്തിലേക്ക് ഈ യേശുക്രിസ്തുവിനെ കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. കഷ്ടപ്പെട്ടതുകൊണ്ട് ദൈവത്തെ കിട്ടും, അല്ലെ ദൈവത്തിൻ്റെ കൃപ കിട്ടും, അല്ലെ ഉരുണ്ട് ഈ പ്രദക്ഷിണം ചെയ്താൽ, അല്ലെ ശരീരത്തിന് മുറിവേൽപ്പിച്ചാൽ, അല്ലെ ശൂലം കുത്തിയാൽ എനിക്ക് രക്ഷ കിട്ടും, അല്ലെ എൻ്റെ രോഗത്തിന് സൗഖ്യമാകുമെന്ന് വിശ്വസിക്കുന്ന ജനത്തിൻ്റെ മധ്യത്തിൽ ഈ സൗജന്യമായ രക്ഷയെക്കുറിച്ച് പഠിച്ചവരാണ്. ആ സൗജന്യമായ രക്ഷ ക്രിസ്തുവിൽ കൂടെ മാത്രമേ ലഭിക്കൂ എന്ന് പഠിച്ചവരാണ്. അത് നമുക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവ് ഈ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത്. ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾ മാത്രമല്ല, സത്യം എന്തെന്ന് അറിയാതെ ഉഴലുന്ന ജനം. യഹൂദന്മാരുടെ ഈ ന്യായപ്രമാണത്തിന്റെ കാഠിന്യ നിമിത്തം അവര് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ ഭാരപ്പെടുന്ന ഒരു ജനമാണ് ഇസ്രായേൽ മക്കളെന്ന്. യഹൂദന്മാരുടെ ഈ ന്യായപ്രമാണ നിമിത്തം അവർ മോശയുടെ ന്യായപ്രമാണം, അഹരോന്റെ പ്രമാണം, നമ്മൾ ലേവ്യ പുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലും എല്ലാം നമ്മളിതിൻ്റെ കൽപ്പനകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാം ഓരോ നിയമങ്ങളാണ്. അതെല്ലാം പാലിക്കാനായിട്ട് കിടന്ന് ബന്ധപ്പെടുകയാണ്. ഒന്ന് പാലിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ അവിടുത്തെ മഹാപുരോഹിതൻ പറയും അങ്ങനെയല്ല ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടത്. വേറൊന്ന് ചെയ്യുമ്പോൾ ആട്ടിനെ കൊണ്ട് ചെല്ലുമ്പോൾ പറയും ആടല്ല വേറെ ആടാണ് വേണ്ടത്, ഈ ആട് വേണ്ട, ഇതിന് ഊനമുണ്ട് അല്ലെ ഇതിന് കുഴപ്പമുണ്ട്, ഈ ആടിനെ കൊണ്ട് രക്ഷ കിട്ടത്തില്ല, വേറെ ആടിനെ വേണം. അങ്ങനെ കഷ്ടപ്പെടുന്ന ജനം. നമ്മുടെ അധ്വാനം എന്താണ്? നാമും ഇന്ന് ഇതുപോലെയുള്ള അധ്വാനത്തിൽ ആയിരിക്കുന്നവരാണ്. ഭാരം ചുമക്കുക. ഭാരങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടതയാകുന്ന ഭാരങ്ങളുണ്ട് ഒരു വശത്തൂടെ. അതിനപ്പുറമായിട്ട് നമ്മുടെ പാപമെന്ന ഭാരം, നമ്മുടെ ജീവിതത്തിന്റെ പാപം, ജീവിതത്തിൽ ഉണ്ടാകുന്ന പാപം എന്ന ഭാരം. നാം എപ്പോഴും പറയുമോ ഞാൻ പാപമൊന്നും ചെയ്യാറില്ല, ഞാൻ ഈ കൊച്ചു പാപമൊക്കെ ചെയ്യാറുള്ളൂ, ഞാൻ വലിയ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ, ദൈവത്തിന് എന്നെ അങ്ങോട്ട് അനുഗ്രഹിച്ചാൽ എന്നാ കുഴപ്പം. പാപം എന്ന അവസ്ഥ 1 യോഹന്നാൻ 3:4 പറയുന്നു, ന്യായപ്രമാണത്തിന്റെ ലംഘനം ആകാം. പാപങ്ങൾ വിവിധ തരമുണ്ട്. ഒന്ന് ഒറിജിനൽ സിൻ, ജനിക്കുമ്പോൾ തന്നെ ജനനത്താൽ തന്നെ നാം പാപികളായി ജനിക്കുന്നു എന്ന് കർത്താവ് പറയുന്നു. രണ്ടാമത്തേത് പേഴ്സണൽ സിൻ, നമ്മുടെ ജീവിതത്തിന്റെ ഘട്ടങ്ങളിൽ നാം ദൈവവുമായിട്ട് അകന്ന് ദൈവത്തിന്റെ കൽപ്പനകൾക്കെതിരായി, കർത്താവിന്റെ കൽപ്പനകൾക്കെതിരായി ജീവിക്കുന്ന അവസ്ഥകൾ, സിൻ ഓഫ് കമ്മീഷൻ. പിന്നീടുള്ളത് സിൻ ഓഫ് ഒമീഷനാണ്, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വിടുന്നത്. യാക്കോബിന്റെ ലേഖനം 4:17 പറയുന്നു. നാം പലപ്പോഴും നിഷ്ക്രിയമായ അവസ്ഥയിലാകുന്ന പല സാഹചര്യങ്ങളുണ്ട് അല്ലേ? ഇതൊക്കെ ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കുമോ? അവരെ സഹായിച്ചാൽ നല്ലതായിരുന്നു, അപ്പോൾ അവർക്ക് കൊടുത്തിട്ട് എന്നാ കാര്യം, അവർ നല്ല അടിപൊളിയായിട്ടല്ലേ ജീവിക്കുന്നത്, അവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല എന്നൊക്കെ നാം ചിന്തിക്കും. നമ്മുടെ പാപത്തിന്റെ അവസ്ഥ എത്രത്തോളം കഠിനമാണെന്ന് കർത്താവിന്റെ സന്നിധിയിൽ ചെന്നിരുന്ന് മുട്ടുകുത്തുമ്പോൾ മാത്രമേ മനസ്സിലാകൂ. ഈ പാപം മൂലം നമുക്ക് സംഭവിക്കുന്ന കാര്യം എന്താ? നമ്മുടെ ബന്ധങ്ങൾ
തകർന്ന് ഉലയുന്ന അവസ്ഥ. ദൈവവുമായിട്ടും മനുഷ്യനുമായിട്ടുള്ള ബന്ധം തകർന്നു പോകുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നു, എന്താണ്? പാപത്തിന്റെ ശമ്പളം മരണമത്രേ. നിത്യമായ മരണത്തിലേക്ക് പ്രവേശിക്കുവാൻ നാം പാപം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പാപം ഉള്ളതുകൊണ്ടാണ് ആ വാക്യത്തിൽ അങ്ങനെ പറയുന്നത്. ഇപ്പോഴും പാപം നിലനിൽക്കുന്നതുകൊണ്ടാണ് പൗലോസ് ഇത്ര ശക്തമായിട്ട് പാപത്തെക്കുറിച്ച് പറയുന്നത്. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അത് കയ്യിനെ പോലെ കോപത്തിന്റെ പാപമാകാം, ആദാമിനെ പോലെ ഒരു റിബല്യൻ എതിർത്ത് നിൽപ്പാകാം, ഹോവായെ പോലെ ഒരു അനുസരണക്കേടാകാം, അല്ലെങ്കിൽ ഒരു കള്ളം പറയുന്നതാകാം, വിഗ്രഹാരാധനയാകാം. വിഗ്രഹാരാധന എന്ന് പറയുമ്പോൾ കർത്താവിനേക്കാൾ മുഖ്യസ്ഥാനം എന്തിനു നൽകുന്നോ അതെല്ലാം വിഗ്രഹങ്ങളാണ്. നമ്മുടെ ജോലിയാകാം, നമ്മുടെ മൊബൈലാകാം, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളാകാം, നമ്മുടെ ശീലങ്ങളാവാം, നമ്മുടെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളാവാം. പലപ്പോഴും വിഗ്രഹാരാധനയിലേക്ക് പോകുന്ന അവസ്ഥ നമ്മളിലുമുണ്ട്. നാം പ്രൊട്ടസ്റ്റന്റ് സഭയാണ്, നമുക്ക് വിഗ്രഹങ്ങളൊന്നുമില്ല അല്ലേ? നമ്മുടെ പള്ളികളിൽ ചെന്നാൽ കന്യാമറിയാമിൻ്റെ രൂപമില്ല, മറ്റു വിശുദ്ധന്മാരുടെ ഒന്നും രൂപമില്ല. കത്തോലിക്കരാകുമ്പോൾ അല്ലെ മറ്റു സഭക്കാരാകുമ്പോൾ അവരതിനെ എല്ലാം നോക്കി ആരാധിക്കുന്നു. അതാണ് വിഗ്രഹാരാധന. ഞങ്ങൾ ചെയ്യുന്നതൊക്കെ വളരെ ശരിയാണ് എന്നാണ് നാം ചിന്തിക്കുന്നത് അല്ലേ? നമുക്ക് വിഗ്രഹാരാധനയൊന്നുമില്ല. എന്നാൽ നമ്മുടെ വിഗ്രഹാരാധന എന്താണെന്ന് നാം ശോധന ചെയ്യണം. കർത്താവിനേക്കാൾ മുൻസ്ഥാനം എന്തിനാണ് നാം കൊടുക്കുന്നത്? അതെല്ലാം കർത്താവിൻ്റെ മുമ്പിൽ വിഗ്രഹങ്ങളാണ്. പലപ്പോഴും പ്രാർത്ഥനയ്ക്കായിട്ട് ചെലവഴിക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകാം. നമ്മുടെ പേഴ്സണൽ പ്രയറിന് സമയം കിട്ടാതെ വരാം. ജോലി തിരക്ക് കാരണം നാം പലപ്പോഴും ക്ഷീണിച്ച് അവശരായിപ്പോകും. സഖേർ എന്ന തിരുമേനി തൻ്റെ പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. നാം പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണ് ദയ കാണിക്കുന്നത്. കർത്താവിനോട് നാം അന്നേരം അകന്നു പോകണം. അവർ ഉറങ്ങട്ടെ, ഇപ്പം പ്രാർത്ഥിക്കാൻ വിളിക്കണ്ട. അവർ ക്ഷീണിച്ചല്ലേ, സ്കൂളിൽ നിന്ന് വന്നിട്ട് ക്ഷീണിച്ചല്ലേ, ഇപ്പോൾ ഉറങ്ങിക്കോട്ടെ ഇച്ചിരി നേരം. അവരെ പ്രാർത്ഥിക്കാൻ വിളിക്കണ്ട. അല്ലെ രാവിലെ കുടുംബ പ്രാർത്ഥനയ്ക്ക് അവർ ഉറങ്ങിക്കോട്ടെ, ഇച്ചിരി കഴിയുമ്പോൾ സ്കൂളിൽ പോകേണ്ടതല്ലേ, ഇന്ന് മുഴുവൻ സ്കൂളിൽ നിൽക്കേണ്ടതല്ലേ, അവരുറങ്ങിക്കോട്ടെ. പലപ്പോഴും നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ അന്യാധീനം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നത് ഈ ഒരു അവസ്ഥയാണ്. നാം പലപ്പോഴും അത് മനസ്സിലാക്കുന്നില്ല. കുടുംബ പ്രാർത്ഥനകൾ ശോഷിച്ചു പോകുന്ന വലിയൊരു ദോഷകരമായ അവസ്ഥയിൽ നമ്മുടെ ക്രിസ്ത്യാനി സമൂഹം ഇന്നായിരിക്കുകയാണ്. നമ്മളെ കണ്ട് മറ്റു പല ജാതികളും മറ്റു പല ദേശക്കാരും ഒക്കെ പഠിച്ചു പ്രാർത്ഥനകൾ നടത്താനും കുടുംബ പ്രാർത്ഥന ചെയ്യാനും വീട്ടിൽ ജപം ചൊല്ലാനും നാമം ചൊല്ലാനും ഒക്കെ അവർ പഠിച്ചു. അവർ നമ്മളെക്കാൾ ഉച്ചത്തിൽ ചൊല്ലുമ്പോഴും നാം നമ്മുടെ ജോലിയിൽ വ്യത്യസ്തരാണ്. ജോലിയിൽ നിന്ന് വരാൻ താമസിക്കും, അല്ലെ ഒരുമിച്ച് കൂടാൻ സൗകര്യമില്ലാത്ത അവസ്ഥ. നമ്മുടെ വിഗ്രഹാരാധന എത്രത്തോളം കാഠിന്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് നാം ചിന്തിക്കണം. നമ്മുടെ ഈ പാപങ്ങളിൽ നാം അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവിടെയും കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആദ്യ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഡോക്ടർ ക്ലോവിസ് രാജാവ് യേശുവിനെ പറ്റി കേട്ടിട്ട്, അദ്ദേഹം വിശ്വാസിയൊന്നുമല്ല, യേശുവിനെ പറ്റി എന്തോ കേട്ട് പഠിക്കാനായിട്ട് തുടങ്ങി. ആദ്യം പഠിച്ചു തുടങ്ങിയപ്പോൾ യേശുവിൻ്റെ ആ നിഷ്ഠൂരമായ അതികഠിനമായ മരണത്തെക്കുറിച്ച് കേട്ടപ്പോൾ ക്ലോവിസ് രാജാവ് പറഞ്ഞു, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ എതിർത്തവന്മാരെല്ലാം പിടിച്ചു കൊന്ന് അവരെല്ലാം നിഗ്രഹിച്ച് ഞാൻ യേശുവിനെ രക്ഷിക്കുമായിരുന്നു. അവരെ മുഴുവൻ നശിപ്പിച്ചു കളയുമായിരുന്നു. അവരെ ഒറ്റ ഒന്നത്തിനെ ഞാൻ ബാക്കി വെച്ചേക്കത്തില്ലായിരുന്നു. പിന്നീട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും യേശുവിനെ കുറിച്ച് കൂടുതൽ പഠിച്ച് കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ സ്വഭാവമൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ രാജാവ് പറഞ്ഞു, ഞാൻ അന്ന് അവിടെ
ആ കുരിശിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നെങ്കിൽ, കുരിശിൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ന്യായാധിപ സംഘത്തിൻ്റെ അടുത്തൊക്കെ ചെന്നിരുന്നെങ്കിൽ, ഞാനായിരുന്നെങ്കിൽ അവന് നല്ലൊരു ലോ പോയിന്റ് ഒക്കെ പറഞ്ഞു കൊടുത്ത് അവനെ ഞാൻ രക്ഷപ്പെടുത്തിയേനെ, യേശുവിനെ ഞാൻ രക്ഷപ്പെടുത്തിയേനെ, മറ്റുള്ളവരെയൊക്കെ ഞാൻ നിഷ്പ്രഭമാക്കിയേനെ, മറ്റുള്ളവരുടെ വാദങ്ങളൊക്കെ ഞാൻ പൊളിച്ചു കളഞ്ഞേനെ, യേശുവിനെ ഞാൻ രക്ഷിച്ചെടുത്തേനെ. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ക്ലോവിസ് രാജാവ് യേശു കർത്താവിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി, യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കി, യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കി, യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് അവൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് കഴിഞ്ഞ് ഒരു ക്രിസ്ത്യാനിയായി തീർന്നു. അപ്പോൾ ആ ക്ലോവിസ് രാജാവ് പറഞ്ഞത് പ്രകാരമാണ്, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ യേശുവിനോടൊപ്പം ഞാനും കുരിശിൽ മരിച്ചേനെ, യേശുവിനോടൊപ്പം ഞാനും കുരിശിൽ മരിച്ചേനെ. യേശുവിൻ്റെ ജീവിതം എന്തെന്ന്, യേശുവായിട്ട് രക്ഷിതാവായിട്ട് ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ ത്യാഗത്തെ മനസ്സിലാക്കുവാൻ, യേശുവിനെ ഉള്ളത്തിൽ വഹിക്കുവാൻ, യേശുവിനെ പോലെ ആയിത്തീരുവാൻ ആ ക്ലോവിസ് രാജാവ് ആഗ്രഹിക്കുകയാണ്. നമുക്ക് എത്ര ലെൻറ്റ് സീസൺ കഴിഞ്ഞല്ലേ, നമ്മുടെ ജീവിതം വെച്ച് കണക്ക് കൂട്ടിയാൽ എത്ര വർഷങ്ങളായിട്ട് നാം ഈ കുരിശിൻ്റെ വഴി ധ്യാനിക്കുന്നു, എത്ര വർഷമായിട്ട് നാം ഈ ദുഃഖവെള്ളിയാഴ്ചകൾ പങ്കെടുക്കുന്നു, എത്ര വർഷങ്ങളായിട്ട് നാം ഈസ്റ്റർ ആരാധനയിൽ പങ്കെടുക്കുന്നു. ഒരിക്കലെങ്കിലും യേശുവിൻ്റെ ഈ ക്രൂശിലെ കഷ്ടാനുഭവ മരണം നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടോ? അവൻ നമുക്കായി ഏറ്റ അടികൾ നമ്മുടെ ഹൃദയത്തെ തൊടുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? അവൻ്റെ കഷ്ടാനുഭവം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ ത്യാഗപൂർണമായ ജീവിതം നമ്മിലേക്ക് വഹിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ പാപങ്ങളെയൊക്കെ ചുമന്നവനായ, ഒരിക്കലായിട്ട് ചുമന്നവനായ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ സമർപ്പിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നാം പലപ്പോഴും ഇതിനെ നിസ്സാരമാക്കി കളയുന്നത് നമുക്ക് ലഭിച്ച ആ വിലയേറിയ കൃപ എന്തെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. നാം പലപ്പോഴും ഒരു ചീപ്പ് ഗ്രേസ് ആയിട്ട് കാണുന്നു. നമുക്ക് ലഭിക്കുന്ന കൃപകളൊക്കെ വെറും ഒരു കടക്കാരൻ വില കുറച്ച് ചില സാധനങ്ങൾ തരുമ്പോൾ നമുക്ക് അന്നേരം വലിയ സന്തോഷമാണ്. പക്ഷെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ഇത് നമുക്ക് വലിയ വിലയില്ലാതെ കിട്ടിയല്ലേ, സാരമില്ല, അത് പോകുന്നേ പോട്ടെ എന്ന് വയ്ക്കും. അങ്ങനെയാണ് നാം പലപ്പോഴും നമുക്ക് ലഭിച്ച കൃപയെ നാം അഗണ്യമാക്കി കളയുന്ന ഒരു അവസ്ഥയിലേക്ക് നാം പോകുന്നുണ്ട്. ഒരു ചീപ്പ് ഗ്രേസ് ആയി. ഒരിക്കൽ യേശു മരിച്ചു, അതുകൊണ്ടെന്താ? ഇപ്പൊ യേശു മരിക്കുന്നില്ലല്ലോ, ഇപ്പൊ യേശു ഇവിടെ ഇല്ലല്ലോ. വിലയില്ലാത്ത കൃപയായി നാം പലപ്പോഴും അതിനെ പരിഗണിക്കാറുണ്ട്. ഈ വിലയില്ലാത്ത കൃപ മൂലം പാപിയെ കൂടാതെ പാപത്തെ നാം ന്യായീകരിക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. പാപിയെ കൂടാതെ പാപത്തെയും, ആ പാപം സാരമില്ല, ആ തെറ്റ് ചെയ്താലും സാരമില്ല, അതങ്ങ് കർത്താവ് ക്ഷമിച്ചോളൂ. പണ്ടത്തെ പാപമല്ല ഇപ്പോഴത്തെ പാപം. പണ്ട് ചെയ്തതിനെക്കാട്ടിൽ വളരെ വ്യത്യസ്തമായ പാപ രീതികളാണെന്നുള്ളത്. തോമസ് ചാവൽ തിരുമേനിയുടെ ഒരു പുസ്തകമുണ്ട്, വചന സൂചിക എന്ന് പറയും, വചനസുഖ്യം. അതിൽ വാൾട്ടർ മോസ്ലി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥകാരൻ ദ ലോങ് ഫോൾ എന്ന ഒരു ഗ്രന്ഥത്തിൻ്റെ കർത്താവിനെ പറ്റി പറയുന്നത്. അദ്ദേഹം പറയുന്നത് എല്ലാവരും ഏതെങ്കിലും ഒന്നിൽ കുറ്റക്കാരാണ്. എവ്രിബഡി ഈസ് ഗിൽറ്റി ഓഫ് സംതിങ്. അത് മനുഷ്യൻ്റെ ആദ്യ ഭാഗമാകാം, ആ കയ്യിൻ്റെ ജീവിതമാകാം, നമ്മുടെ കുറ്റകൃത്യങ്ങൾ, ദേശത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങളാകാം, നമ്മുടെ സംസ്കാരമാകാം, നമ്മുടെ സംസ്കാര ചരിത്രത്തിൽ നാം ചെയ്തു കൂട്ടുന്ന പട്ടികൾ, മതനിന്ദ, ധർമ്മ വിരോധം, സന്മാർഗഭ്രംശം, ലൈംഗിക വൈകൃതങ്ങൾ, മോഷണം, കൊലപാതകം, യുദ്ധം ചെയ്യാതിരിക്കൽ, നമ്മുടെ നിശബ്ദതകൾ, തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കേണ്ടടുത്ത് ചൂണ്ടിക്കാണിക്കാതിരിക്കുന്ന അവസ്ഥ, ആവശ്യമില്ലാത്തടത്ത് ഒച്ച വയ്ക്കുന്ന കോലാഹലങ്ങൾ,
നമ്മൾ കാണിക്കുന്ന വിവേചനങ്ങൾ, തൊലിയുടെ നിറം വെച്ചും ജെൻഡർ കൊണ്ടും മറ്റു ബന്ധം കൊണ്ട് നമ്മൾ കാണിക്കുന്ന വിവേചനങ്ങൾ, പണസംബന്ധമായി നാം കാണിക്കുന്ന വിവേചനങ്ങൾ, ഈ നന്മയും തിന്മയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ പ്രതികരിക്കാൻ കഴിയാതെ നിശബ്ദരായ നോക്കുകുത്തികളായിട്ട് നാം പലപ്പോഴും ചെയ്യുന്നു. തിന്മ ജയിച്ചു കഴിയുമ്പോൾ നിസ്സഹായരായി പോകുന്ന ഒരു കൂട്ടം ജനങ്ങളെ നമുക്ക് കാണാം. അതുമൂലം നാം രോഗത്തിനും പഠന ക്ലേശങ്ങൾക്കൊക്കെ അടിമപ്പെടുകയാണ്. എന്നാൽ അവിടെ ഒരു മിഷണറി തൻ്റെ മകന് എഴുതിയ ഒരു കത്ത് ആണ് അദ്ദേഹം അവിടെ വായിക്കുന്നത്. ഒരു പിതാവ്, മിഷണറിയായ പിതാവ് തൻ്റെ മകൻ എഴുതിയാണ്: എൻ്റെ ജീവിതം നിനക്ക് പങ്കിടാം, പക്ഷേ നിനക്ക് വേണ്ടി എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല. നിന്നെ എനിക്ക് പഠിപ്പിക്കാം, പക്ഷേ പഠിക്കേണ്ടത് നീയാണ്. തെറ്റും ശരിയും പറഞ്ഞു തരാം, പക്ഷേ അത് തിരുത്തേണ്ടതും അത് തിരഞ്ഞെടുക്കേണ്ടതും നീയാണ്. പങ്കിടുവാൻ നിന്നെ പഠിപ്പിക്കാം, പക്ഷേ നിസ്വാർത്ഥനാക്കാൻ എനിക്ക് സാധിക്കില്ല. വീണ്ടും ആ പിതാവ് പറയുകയാണ്: യേശുവിനെ പറ്റി ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം, പക്ഷേ യേശുവിനെ നിന്റെ രക്ഷകനാക്കേണ്ടത് നീയാണ്. പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കാം, പക്ഷേ പ്രാർത്ഥിക്കേണ്ടത് നീയാണ്. ജീവിക്കാൻ പഠിപ്പിക്കാം, പക്ഷേ നിത്യജീവൻ തരാൻ എനിക്ക് സാധ്യതയില്ല. നമ്മുടെ മാതാപിതാക്കളുടെ രക്ഷ കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് രക്ഷ സാധ്യമാകില്ല. വ്യക്തിപരമായ രക്ഷയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ തെറ്റുകൾ തിരുത്തുന്ന അവസ്ഥയിലേക്ക്, തെറ്റുകൾ തിരുത്തി നന്മ മാത്രം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതം അതിന് മാതൃകയായി തീരുന്നുണ്ട്. ഇവിടെ ആയിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മെ തന്നെ ശോധന ചെയ്യേണ്ട അവസ്ഥയാണ്. ഈ തെറ്റിനെ പറ്റി അനുദപിച്ച് ഏറ്റുപറഞ്ഞ് യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുവാൻ നമുക്കും നമ്മുടെ കുടുംബത്തിനും സാധിക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ ജീവിച്ച് തങ്ങളുടെ ജീവിതങ്ങളെ ക്രിസ്തുവിന് വേണ്ടി ആക്കി തീർത്ത 3 സ്ത്രീരത്നങ്ങളെ കുറിച്ച് ചിന്തിക്കാമെന്നാണ് എനിക്കറിയുന്നത്. തങ്ങളുടെ കഷ്ടതകളുടെ മധ്യത്തിൽ, തങ്ങളുടെ വേദനകളുടെ മധ്യത്തിൽ ക്രിസ്തുവിനായിട്ട് ജീവിക്കുന്ന, ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് കൈക്കൊണ്ടുകൊണ്ട് പുറപ്പെടുന്ന 3 സ്ത്രീരത്നങ്ങൾ. ഒന്നാമത്തേത് മഗ്ദലക്കാരത്തി മറിയം. ഗലീലാക്കടലിന്റെ പടിഞ്ഞാറേ തീരത്ത് തെബരിയാസ് പട്ടണത്തിന് വടക്കുള്ള ഒരു മഗധ ദേശം, ആ മഗ്ദല ദേശത്തിലെ ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് മഗ്ദലക്കാരത്തി മറിയ എന്ന് പറയുന്നത്. വേദോസ്തത്തിൽ ഏകദേശം 6 മറിയമാരെ പറ്റി പറയുന്നുണ്ട്. അതിലൊരാളാണ് ഈ മഗ്ദലക്കാരത്തി മറിയ. നമ്മൾ പലപ്പോഴും അവളെ ഒരു വേശ്യാസ്ത്രീ എന്നൊക്കെ മുദ്ര കുത്താറുണ്ട്, പക്ഷെ എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല. മറിയ എന്നുള്ള വാക്കിന്റെ അർത്ഥം നിർബന്ധ ബുദ്ധിയായ, ഒബ്സ്റ്റിനേറ്റ് എന്നുള്ളതാണ്. അല്ലെ കയ്പ്, ബിറ്റർനെസ്, മിരിയാം ഒക്കെ ഈ ഒരു മറിയാണ്. മറിയയെ പറ്റി നാം ചിന്തിക്കുമ്പോൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ ഈ സ്ത്രീകൾ, യേശുവിനോട് കൂടെ നടന്ന സ്ത്രീകൾ, അവർ ചെയ്ത ശുശ്രൂഷകൾ നമുക്ക് കാണാം. അതിൽ ഈ മഗ്ദലക്കാരത്തി മറിയുമുണ്ട്. യേശുവിൻ്റെ പ്രയാണകാലത്ത് തൻ്റെ സാമ്പത്തികമായും ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ ഏറെയും നിറവേറ്റി കൊടുത്തത് ഈ സ്ത്രീകളാണ്. മഗ്ദലക്കാരത്തി മറിയ അതിൽ മുന്നിൽ നിന്ന ഒരു സ്ത്രീയാണ്. ഇവിടെ ഒരു ധനികയായ സ്ത്രീയാണ്. അവളുടെ കയ്യിൽ സമ്പത്ത് ഇഷ്ടം പോലെയുണ്ട്. എന്നാൽ അത് ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കൊക്കെ സമ്പത്തുള്ളവരാണ്, അല്ലേ? നമ്മുടെ സമ്പത്ത് ക്രിസ്തുവിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ അവള് യേശുവിനെ പിൻപറ്റുവാൻ ഒരു കാരണമുണ്ട്. എന്താണ് ആ കാരണം? അവൾ ഭൂതബാധയിൽ നിന്ന് വിടുവിക്കപ്പെട്ടവളാണ്. അവൾക്ക് സൗഖ്യം ലഭിച്ചവളാണ്. അവളുടെ ജീവിതത്തിൽ സൗഖ്യത്തിൻ്റെ അനുഭവം എന്തെന്ന്, അതിൻ്റെ സുഖം എന്തെന്ന് മനസ്സിലാക്കിയവളാണ്. യേശു മാത്രമാണ് അവളുടെ ഗുരു. യേശുവിനെ മാത്രമേ അവൾ രക്ഷകനായിട്ട് സ്വീകരിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് അവൾ കൂടെ നടക്കുന്നത്. ആരെല്ലാം എന്തെല്ലാം ദുഷിച്ചാലും കൂടെ നടക്കുന്നത് കൊണ്ടാണ്. നമുക്ക് ലഭിച്ച സൗഖ്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ.
കിട്ടിയിട്ടില്ലേ സൗഖ്യങ്ങൾ? എത്രയോ വട്ടം മരണകരമായ ആപത്തിൽ നിന്ന്, രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മളെ കർത്താവ് വിടുവിച്ചു. എത്രയോ വട്ടം നമ്മുടെ മക്കളെ പലവിധമായുള്ള ആപത്തിൽ നിന്ന് വിടുവിച്ചു. ആ സൗഖ്യമൊക്കെ അങ്ങ് വന്നുകൂടി അല്ലേ? അന്ന് ആശുപത്രി കൊണ്ടുപോയോണ്ട് രക്ഷപ്പെട്ടു, ഡോക്ടർമാരുണ്ടായിരുന്നുകൊണ്ട് രക്ഷപ്പെട്ടു. നാം പലപ്പോഴും അതിനെ നിസ്സാരവൽക്കരിച്ച് പോകാറുണ്ട്. എന്നാൽ ആ സൗഖ്യം നൽകിയ കർത്താവിനെ നാം മുറുകെ പിടിക്കാനായിട്ട്, ആ കർത്താവിനെ പിൻപറ്റിക്കൊണ്ട് അവൻ്റെ കൂടെ നടക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഈ മക്കളുടെ കാര്യത്തിൽ അറിയപ്പോൾ അതുമൂലം അവൾ വിടാതെ പിന്തുടർന്നു. യേശുവിൻ്റെ കുരിശോളം പിന്തുടർന്നു. ക്രൂശാരോഹണത്തിന് അവൾ സാക്ഷിയായിട്ട് നിന്നു. അതും കഴിഞ്ഞു, ബാക്കി എല്ലാവരും പോയി. അപ്പോഴും അവൾ മാത്രമുണ്ട് യേശുവിന് വേണ്ടി വെയിറ്റ് ചെയ്ത്. ഒരു ദിവസം വീട്ടിലിരുന്ന് വെയിറ്റ് ചെയ്ത് പിറ്റേ ദിവസം അവൾ ചെല്ലുകയാണ് കല്ലറക്കൽ. ഇരുട്ടുള്ളപ്പോൾ തന്നെ യേശുവിൻ്റെ കല്ലറക്കൽ ചെല്ലുകയാണ്. അതൊന്ന് കാണാം, അതിന് തൈലം പൂശാം, സുഗന്ധവർഗം പൂശാം എന്നൊക്കെ വിചാരിച്ച് വിലയേറിയ സുഗന്ധദ്രവ്യവുമായിട്ട് കല്ലറക്കൽ വന്ന് നിൽക്കുക. ഇരുട്ടിനെ ഭയമില്ല, പടയാളികളെ ഭയമില്ല, പ്രേതബാധകളെ ഭയമില്ല. ഒരിക്കൽ ഭൂതം ബാധിച്ചവളാണ്, അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചവളാണ്. എന്നാൽ ഇന്ന് കല്ലറക്കലുള്ള പിശാചിനെയോ ഒന്നും ഭയമില്ല. എല്ലാം മറന്ന്, എല്ലാ ഭയങ്ങളെയും മാറ്റിവെച്ച് ഈ മഗ്നലക്കാരത്തിൽ മറിയാം യേശു കർത്താവിൻ്റെ കാണാനായി, യേശുവിൻ്റെ ശവശരീരം ഒന്ന് കാണാനായി നിൽക്കുകയാണ്. എന്നാൽ കൂടുതൽ നോക്കിയപ്പോഴാണ് ഒഴിഞ്ഞ കല്ലറ. ആദ്യം കണ്ടത് അവളാണ്. മറ്റു പുരുഷന്മാരായ ശിഷ്യന്മാരെല്ലാം വരാൻ തന്നെ താമസിച്ചു. വന്നു കഴിഞ്ഞപ്പം അകത്ത് കയറാൻ പേടി. ഒരാൾ വേറൊരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. മറ്റാൾ, ധീരനായ ആൾ വന്നു കഴിയുമ്പം ഒരുമിച്ച് കയറുന്നു. എന്നാൽ ആദ്യം കണ്ട ഒഴിഞ്ഞ കല്ലറ കണ്ടത് ഈ മക്കളുടെ കാര്യത്തിൽ മറിയണം. അത് കഴിഞ്ഞ് ശിഷ്യന്മാർ അവരുടെ പാട്ടിന് അവിടെ യേശുവിൻ്റെ ബോഡിയൊന്നും ഇല്ല, ആരെങ്കിലും എടുത്തോണ്ട് പോയായിരിക്കും എന്ന് വിചാരിച്ച് അവർ പോയി. എന്നാൽ അവിടെയും വിടാതെ പിന്തുടരുന്ന മറിയ, അവളുടെ സ്നേഹം അത്ര തീവ്രമാണ്. യേശുവിനോടുള്ള സ്നേഹം അത്ര വലുതാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് ആദ്യം അവൾക്ക് പ്രത്യക്ഷപ്പെടുന്നത്. ആദ്യത്തെ സാക്ഷിയായിട്ട് തീരുകയാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ആദ്യം കാണുന്ന സാക്ഷിയായിട്ട് അവൾ തീരുകയാണ്. അത് മാത്രമല്ല, അവൾക്ക് വലിയൊരു നിയോഗം കർത്താവ് അവിടെ കൊടുക്കുകയാണ്. നീ പോയി എൻ്റെ ശിഷ്യന്മാരോട് പറയണം, ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വലിയ സദ്വാർത്ത നീ പറയണം. ഒരു ഇവാഞ്ചലിസ്റ്റായിട്ട് അവളെ നിയോഗിക്കുകയാണ്. ഇവാഞ്ചലൈസേഷനായിട്ട് അവൾ പുറപ്പെടുകയാണ്. പുതിയൊരു ദൗത്യത്തിനായിട്ട് അവളുടെ ആ പ്രായത്തിൽ അവൾ ഇറങ്ങി പുറപ്പെടുകയാണ്. ഒരു സ്ത്രീ എന്നുള്ള ഭയം കൂടാതെ, ഒറ്റപ്പെട്ടവളെന്നുള്ള ഭയം കൂടാതെ, ഇരുട്ടിനെ ഭയക്കാതെ, മറ്റൊന്നിനെയും ഭയക്കാതെ അവളുടെ ജീവിതത്തെ അവൾ കർത്താവ് പറഞ്ഞ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ. അവളുടെ പഴയ ജീവിതം അവളെ ബാധിച്ചില്ല. അവളുടെ ജീവിതത്തിൽ അവൾ അനുഭവിച്ച കഷ്ടതകൾ, അതിനു മുമ്പ് അവൾ ഭൂതബാധിതയായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥകളൊന്നും അവളെ പിന്തിരിഞ്ഞു നോക്കാൻ സമ്മതിച്ചില്ല. ഇപ്പോൾ എനിക്ക് കർത്താവ് ആരാണ്, ആ കർത്താവിനെ ഞാൻ പിന്തുടരും. അവളുടെ ആ പഴയ ജീവിതം അവളെ നിരാശപ്പെടുത്തിയില്ല. കർത്താവിൻ്റെ ശുശ്രൂഷയിലേക്ക് തിരഞ്ഞെടുക്കുന്നതിന് അതൊരു തടസ്സമായിരുന്നില്ല. കർത്താവിനും തടസ്സമായിരുന്നില്ല, അവൾക്കും തടസ്സമായിരുന്നു. അവളെ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് തിരഞ്ഞെടുക്കുന്ന ആ വലിയ ദൗത്യം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. മക്കളുടെ കാര്യത്തിൽ മറിയ തൻ്റെ രോഗങ്ങളെയെല്ലാം മാറ്റിവെച്ച് ക്രിസ്തുവിനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ക്രിസ്തുവിൻ്റെ വലിയ സുവിശേഷകയായിട്ട് മാറുന്ന വലിയ പദവിയിലേക്ക് അവൾ ഉയർത്തപ്പെടുകയാണ്. നമ്മുടെ ജീവിതങ്ങളെ അതുപോലെ ക്രിസ്തുവിൻ്റെ സുവിശേഷകരായിട്ട് സമർപ്പിക്കും. നാം പലപ്പോഴും ഒഴികഴിവുകൾ പറയുന്നവരാണ്. എനിക്ക് സമയമില്ല, എനിക്ക് വീട്ടിലെ ജോലിയുണ്ട്, അല്ലെ എനിക്ക് ഓഫീസിലെ ജോലിയുണ്ട്, അല്ലെ എന്തെല്ലാം ന്യായങ്ങൾ നമുക്ക് പറയാം, അല്ലേ? നമ്മൾ പ്രാർത്ഥനയ്ക്ക് വിളിച്ചാൽ തന്നെ നമുക്ക് ഒഴികഴിവുകൾ പറഞ്ഞ് നാം രക്ഷപ്പെടുന്നവരാണ്.
ക്രിസ്തുവിൻ്റെ സ്നേഹം എത്രയും അനുഭവിച്ചിട്ടും അതിൻ്റെ തീവ്രത നമ്മുടെ ഹൃദയങ്ങളിൽ തട്ടുന്നില്ല. അതുകൊണ്ടാണ് നാം പലപ്പോഴും ഒഴിവൊഴിവ് പറഞ്ഞ് നാം പുറകോട്ട് പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച സന്തോഷങ്ങൾ നാം കണക്കിടുന്നില്ല. എന്നാൽ ഈ മഗ്ദലക്കാരത്തി മറിയെ പോലെ ക്രിസ്തുവിനായിട്ട് പൂർണ്ണമായിട്ട് തൻ്റെ ജീവിതത്തെ ഒഴിഞ്ഞു വെക്കുവാൻ, അവളുടെ ആ സ്ഥിരമായ വിശ്വാസം ജീവിതത്തിൽ കൊണ്ടു നടന്നുകൊണ്ട് ആ സ്ഥിര വിശ്വാസം അവളെ ഒരു സുവിശേഷകയാക്കി തീർത്തു. നമ്മുടെ വിശ്വാസവും സ്ഥിരപ്പെടുത്തുവാൻ ഏത് അവസ്ഥ വന്നാലും ഏത് പ്രതിസന്ധി വന്നാലും അതിൻ്റെ മധ്യത്തിൽ കർത്താവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? മഗ്ദലക്കാരത്തി മറിയയുടെ സ്ഥിര വിശ്വാസം അവളെ ഒരു സുവിശേഷകയാക്കി. രണ്ടാമതായിട്ട് നമുക്ക് കാണുന്നത് നമുക്കറിയാവുന്നതാണ് ലാസറിന്റെ സഹോദരിയായ മറിയ. മാർത്തയും മറിയ മൂന്ന് സുവിശേഷങ്ങളിലും ഈ മറിയെ പറ്റി നമുക്ക് കാണാം. പല രീതിയിലാണ് അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് മാത്രമല്ല. എന്നാൽ കർത്താവിൻ്റെ മരണത്തോടനുബന്ധിച്ച് ഒരു വിരുന്നിലാണ്, ഒരു ഭവനത്തിലെ അത്താഴത്തിൻ്റെ മധ്യത്തിലാണ്, കർത്താവ് ശുശ്രൂഷ ചെയ്യുന്ന വേളയിലാണ് ഈ മറിയ ഏറ്റവും ഒരുക്കത്തോടുകൂടെ വന്ന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വർഷത്തെ സമ്പാദ്യം മുഴുവൻ, ഏകദേശം 300 വെള്ളിക്കാശിനുള്ള സെന്റ് പെർഫ്യൂമുമായിട്ട് അവൾ വന്നിരിക്കുകയാണ്. അവൾ വന്ന് യേശുവിൻ്റെ തലയിൽ ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്യുകയാണ്. അവിടെ ഒരു അനോയിൻമെൻ്റാണ് നാം കാണുന്നത്. യേശുവിൻ്റെ മരണത്തിനായിട്ടുള്ള ഒരു അഭിഷേകമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ആ ചുറ്റും വരുന്ന വ്യക്തികളൊക്കെ അവളെ പരിഹസിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് യൂദ. പ്രത്യേകിച്ച് ഇന്ന് യൂദയുടെ ഒരു ദിവസമാണ്, അതറിയാമോ? നമ്മുടെ കർത്താവിൻ്റെ കലണ്ടർ അനുസരിച്ച് ഇന്ന് ബുധനാഴ്ച യൂദയുടെ ദിവസമാണ്, ക്രിസ്ത്യൻ കലണ്ടർ അനുസരിച്ച്. ഇന്ന് വിഡ്ഢികളുടെ ദിനം കൂടെയാണ്, അല്ലേ? ഏപ്രിൽ 1. കർത്താവിനെ പിൻപറ്റിയിട്ട് വിഡ്ഢിയായിപ്പോയ ഒരു മനുഷ്യനാണ് യൂദ. ആ യൂദയുടെ ദിവസമാണ് ഇന്നാണ്. യൂദ രാവിലെ തൊട്ട് പ്ലാൻ ചെയ്യുകയാണ്, എങ്ങനെയെങ്കിലും കർത്താവിനെ കാണിച്ചു കൊടുക്കണം. രാവിലെ തൊട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിച്ച് കണക്ക് കൂട്ടുകയാണ്. എന്തോ ചെയ്യും, എവിടെ വെച്ച് കൊടുക്കും, എവിടെ വെച്ച് ചുംബിക്കും, അതിനുള്ള വഴി എവിടെ ആണ് ഒരുക്കുന്നത്. ഏതായാലും ഇപ്പം കർത്താവ് വിളിച്ചതല്ലേ, നമുക്ക് ഒരുമിച്ച് കഴിക്കാൻ പോവാം. അവിടെ ചെല്ലുമ്പോൾ ഒരു ഐഡിയ കിട്ടും. അന്നേരം അവിടുന്ന് പോയി ചെയ്യേണ്ടതൊക്കെ ചെയ്യാമെന്ന് ഓർത്ത് യൂദ വലിയ പ്ലാനൊക്കെ ആയിട്ട് അന്നത്തെ മത നേതാക്കന്മാരോടും പറഞ്ഞ് ഞാൻ കാണിച്ചു തരാം, എല്ലാം ഡീലൊക്കെ ആക്കി 30 വെള്ളിക്കാശ് ഗ്യാരണ്ടി പറഞ്ഞു. അത്ര മതി, യൂദയ്ക്ക് അത്ര മതി. ആ സ്ഥാനത്താണ് ഈ സ്ത്രീയുടെ 300 വെള്ളിക്കാശിൻ്റെ തൈലം കൊണ്ടുവരുന്നത്. ആ 300 വെള്ളിക്കാശിൻ്റെ തൈലം അവിടെ പൊട്ടിച്ചൊഴിച്ചു കഴിഞ്ഞപ്പോൾ യൂദയ്ക്ക് അങ്ങോട്ട് സഹിച്ചില്ല. ഓ, ഈ മനുഷ്യന് ഇത്രയും വലിയ ഇത് കൊടുക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഇവിടെ എത്രയോ ദരിദ്രരുണ്ട്, എത്രയോ പേര് പൈസ ഇല്ലാതെ ധനമില്ലാതെ ഭാരപ്പെടുന്നുണ്ട്. അവർക്ക് കൊടുത്തിരുന്ന അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിന് കിട്ടത്തില്ലായിരുന്നു. ഈ വെറും ചെലവ് എന്തിനാ, ഈ പാഴ്ചെലവ് എന്തിനാ? യൂദയും കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞു. അപ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, ദരിദ്രർ എല്ലായ്പ്പോഴും നിങ്ങളുടെ അടുക്കുണ്ട്. വില്യം ബാർക്ലേ പറയുന്നത് ദ എക്കണോമിക്സ് ഓഫ് കോമൺ സെൻസ് വേഴ്സസ് ദ എക്കണോമിക്സ് ഓഫ് ലവ്. ദ എക്കണോമിക്സ് ഓഫ് കോമൺ സെൻസ് വേഴ്സസ് ദ എക്കണോമിക്സ് ഓഫ് ലവ്. മറ്റുള്ളവരെല്ലാം അവൾക്ക് ബുദ്ധിയില്ലാത്തവൾ, യുക്തിപരമായിട്ട് ചിന്തിക്കാത്തവൾ, അവൾ വെറുതെ വേസ്റ്റ് ചെയ്യുന്നവൾ, അവൾ വെറുതെ നശിപ്പിക്കുന്നവളെന്ന് ചിന്തിച്ചപ്പോൾ അവളുടെ സ്നേഹത്തിൻ്റെ ആഴം അത്ര വിലയേറിയതായതുകൊണ്ട് അവളുടെ ഒരു വർഷത്തെ സമ്പാദ്യം മുഴുവൻ, അവൾ ഇനി അധ്വാനിച്ചാലും കിട്ടാത്ത സമ്പാദ്യം മുഴുവൻ അവൾ കർത്താവിൻ്റെ കയ്യിൽ സമർപ്പിക്കുകയാണ്. നമ്മുടെ എന്താണ് പ്രവർത്തിക്കുന്നത്? നമ്മുടെ ബുദ്ധിയാണോ, നമ്മുടെ ഹൃദയമാണോ? ഏത് എക്കണോമിക്സാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നത്? നാം പലപ്പോഴും പാടാറുണ്ടല്ലേ,
നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായ്ക്കുന്നവൻ. യേശു യേശു അവനാരെയും വലിയവൻ. യേശു യേശു അവനാരെയും മതിയായവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവം നന്മയ്ക്കായി ഭാവിച്ചിടുന്നു. തിരുസ്വരമനുസരിച്ചാൽ അവനഖിലം കൃപയാണിടുമേ ബലമണിക്കുമേ മാനമധുരമായി മാറ്റിടുമേ. കൃപയരുളിടുമേ ബലമണിക്കുമേ മാനമധുരമായി മാറ്റിടുമേ. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായ്ക്കുന്നവൻ. മറക്കുന്നവൻ, പുതുജീവനങ്ങൾ പകരുന്നവൻ. ഇത് നമ്മുടെ കോശിത്തലക്കൽ സാർ കഴിഞ്ഞ മാസം നമ്മുടെ സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ പ്രസംഗത്തിന് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവ സാക്ഷ്യമാണ്. തൻ്റെ ഭാര്യ ഹൃദയസ്തംഭനം മൂലം ആശുപത്രി കിടക്കയിലായിരുന്നപ്പോൾ തന്നെ വിട്ടുപോകുമെന്ന അവസ്ഥ ആയപ്പോൾ ഹൃദയം നോവുന്ന വേദനയിൽ സഹിക്കാൻ വയ്യാതെ ആയിരുന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ അദ്ദേഹം എഴുതിയ പാട്ടാണിത്. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തത്. നമുക്ക് പാടുന്നുണ്ട്, വർഷങ്ങളായിട്ട് പാടുന്നുണ്ട്. പാടി അങ്ങ് പോവുകയല്ലാതെ ഈ മറിയെ പോലെ നമുക്കുള്ളതൊക്കെ സമർപ്പിക്കുവാൻ, നമ്മുടെ ഏറ്റവും നല്ലത് സമർപ്പിക്കുവാൻ, ഏറ്റവും ഉചിതമായത്, ഏറ്റവും ആവശ്യമായത് സമർപ്പിക്കുവാൻ, കർത്താവിൻ്റെ അഭിഷേകത്തിനായിട്ട്, അനോയിൻമെൻറ്റിനായിട്ട് സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. യേശു കർത്താവിൻ്റെ അഭിഷേകം അവിടെ നടക്കുകയാണ്. മരണത്തിനായിട്ടുള്ള അഭിഷേകം ഈ മറിയയിലൂടെ സാധ്യമായി തീരുകയാണ്. ഒരു മഹാപുരോഹിതനല്ല അവിടെ അഭിഷേകം ചെയ്തു. ഒരു സ്ത്രീ തൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ചപ്പോൾ ക്രിസ്തുവിൻ്റെ ശവസംസ്കാരത്തിനായിട്ട് ഒരുക്കുന്ന ഒരവസ്ഥ. ഞങ്ങൾ ആന്ധ്രയിലായിരുന്നപ്പോൾ ആന്ധ്ര മിഷനിൽ 7 വർഷക്കാലം ശുശ്രൂഷ ചെയ്തു. ഞാൻ ഹോമിയോ ഡോക്ടറാണ്. എൻ്റെ അമ്മ അവിടെ തുടങ്ങിയ ഹോസ്പിറ്റൽ ഇപ്പോഴും അവിടെ വളരെ സുദൃഢമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കും ആ ഒരു ആശുപത്രിയിൽ രാപ്പകലില്ലാതെ ജോലി ചെയ്യുവാൻ, ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ഇടയാക്കി. പാമ്പ് കടിച്ചും തേള കുത്തിയും വരുന്ന രോഗികളുടെ മധ്യത്തിൽ ക്രിസ്തുവിനെ സുവിശേഷിക്കുവാൻ, കാലാവസ്ഥകളുടെ പ്രതികൂലങ്ങളൊക്കെ ഒത്തിരി ബാധിച്ചു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ ഒത്തിരി രോഗങ്ങൾ, ഒത്തിരി പീഡകൾ വന്നു. ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ പതറാതെ നിൽക്കുവാൻ സാധിച്ചത് ഈ നന്മയല്ലാതൊന്നും ചെയ്തിടാത്ത, എന്തു വന്നാലും അത് നന്മയ്ക്കാക്കി തീർക്കുമെന്ന് വിശ്വസിക്കുന്ന ഈ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ടാണ്. ഒരിക്കൽ ഞങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞിന് ജനിച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ അവിടെ ഞങ്ങൾക്ക് വലിയൊരു പീഡ, ഒരു കഷ്ടം നേരിട്ടു. അതായത്
അവൻ ജനിക്കുന്ന നവംബറിലാണ്. ആ ഡിസംബറിൽ അച്ഛൻ അവിടുത്തെ യൂത്തിനെയും കൊണ്ട് എല്ലാ ഗ്രാമങ്ങളിലും പോയി യേശുവാണ് രക്ഷിതാവ് എന്ന സുവിശേഷം അറിയിക്കുവാനായിട്ട് മുഗലപ്പള്ളിയിലെ യൂത്തിനെയും കൊണ്ട് മറ്റ് ഗ്രാമങ്ങൾ, ഏകദേശം 40-45 ഗ്രാമങ്ങളിൽ സുവിശേഷവുമായിട്ട് പോയി. ആ ക്രിസ്മസ് ഒക്കെ ഏറ്റവും സന്തോഷമായിട്ട് കഴിഞ്ഞു. എല്ലാ ഗ്രാമങ്ങളിലും പോയി കുഞ്ഞുങ്ങളോടും അവിടെ ഗ്രാമങ്ങളിൽ പൊതുസമ്മേളനം നടത്തിയുമൊക്കെ സുവിശേഷം പറഞ്ഞ് തിരിച്ചു വന്നു. എന്നാൽ ജാനുവരി 1 ആയപ്പോൾ 2007 ജാനുവരി 1 പത്രത്തിൽ ഒരു വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളായിരുന്ന മുഗലപ്പള്ളി ഗ്രാമത്തിൽ ഒരു വലിയ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടു. എന്താണെന്ന് ചോദിച്ചാൽ, മുഗലപ്പള്ളിയിൽ നിന്ന് ഒരു ദാനിയൽ എന്ന പേരുള്ള ഒരു വ്യക്തി ഹൈദരാബാദിലെ തിരുപ്പതി ദേവാലയത്തിലേക്ക്, തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് ഒരു എഴുത്തെഴുതിയിരിക്കുകയാണ്. നിങ്ങളുടെ ദൈവം ജീവനില്ലാത്ത ദൈവമാണ്, നിങ്ങളുടെ ദൈവം കല്ലാണ്, നിങ്ങളതിനെ ആരാധിക്കുന്നത് വെറുതെയാണ്, ഞങ്ങളുടെ യേശുവിനെ ആരാധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ എന്നൊക്കെ പറഞ്ഞൊരു എഴുത്ത് ദാനിയൽ എന്നുള്ള പേരിൽ മുഗലപ്പള്ളിയിൽ നിന്നും പോസ്റ്റ് ചെയ്ത് അവിടെ ലഭിച്ച്, അവിടുത്തെ ആ ബോർഡിന് ലഭിച്ചു കഴിഞ്ഞപ്പോൾ, അവർക്ക് എഴുത്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരതുകൊണ്ട് ഭരണകൂടത്തെ സമീപിച്ചു. അന്ന് ചീഫ് മിനിസ്റ്ററായിട്ട് നമ്മുടെ CSIക്കാരനായ വ്യക്തിയാണ്. നിങ്ങൾ ക്രിസ്ത്യാനികളായതുകൊണ്ടാണോ ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുന്നതെന്ന് പറഞ്ഞ് അദ്ദേഹത്തെയും അവർ ആവോളം ഘോഷിച്ചു. ആ ഒരു എഴുത്തുമായിട്ട് അവർ പത്രങ്ങൾ മുഴുവൻ വാർത്ത കൊടുത്തു. മുഗലപ്പള്ളിയിൽ ഇങ്ങനെ ഒരു മിഷൻ പ്രവർത്തിക്കുന്നുണ്ട്, ഇതിനെ പ്രവർത്തിക്കുവാൻ സാധ്യമല്ല, അവര് മതനിന്ദ പ്രചരിപ്പിക്കുന്ന വ്യക്തികളാണ് എന്ന് പറഞ്ഞ് അതുമായിട്ട് മുഗലപ്പള്ളിയിലെ ഭരണകൂടം ഞങ്ങളുടെ അടുത്തുണ്ട്. അവർ വരുന്നത് വെറുതെ അല്ല, ഒരാൾ തന്നെയൊന്നുമല്ല വരുന്നത്. 2-3 ദിവസമായിട്ട് ഈ ന്യൂസ് ഇങ്ങനെ വരുന്നുണ്ട്. എന്താകും, ഇനി എന്താകും സംഭവിക്കുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾക്കും ഭയമുണ്ട്. ഒന്നാമതെ മതനിന്ദയാണ്, നമ്മളെ ഏത് രീതിയിൽ വേണം ആക്രമിക്കാം. അവിടെ മറ്റ് സംഘടനകൾ വളരെ ശക്തമാണ്. ഏത് തരത്തിലും മുദ്രമുണ്ടാകാം എന്ന് പ്രതീക്ഷിക്കുന്ന ദിവസം, പിറ്റേ ദിവസം ഒരു ദിവസം രാവിലെ ഒരു 10-40 പേർ വലിയൊരു കോലവുമായിട്ട് മിഷൻ വീടിൻ്റെ മുമ്പിൽ വന്നു. അന്ന് നമ്മുടെ മിഷൻ വീടും മിഷൻ ഹോസ്പിറ്റലും സ്കൂളും, നിർമ്മല സ്കൂളും ഒക്കെ ഉണ്ടെന്ന്. സ്കൂൾ തുടങ്ങി കുറച്ച് നാളായതേ ഉള്ളൂ. അവർ വന്ന് ഞങ്ങളോട് വളരെ കയർത്ത് സംസാരിക്കുകയാണ്, ആക്രോശിക്കുകയാണ്. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആള് സർപഞ്ചാണ്, അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ. അദ്ദേഹം പിയോനാൻസിന്റെ സമയത്ത് നൈറ്റ് സ്കൂളിൽ പഠിച്ച വ്യക്തിയാണ്. വിദ്യാഭ്യാസം നമ്മുടെ നൈറ്റ് സ്കൂളിൽ നിന്ന് ലഭിച്ച് ഇതുകൊണ്ട് മാത്രം വിദ്യ എന്തെന്നറിഞ്ഞ് ഉന്നതനായി തീർന്ന ഒരു വ്യക്തിയാണ്, സർപഞ്ചായി തീർന്നു. അദ്ദേഹമാണ് മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് ഈ ബാക്കിയുള്ളവരെയും കൂട്ടിക്കൊണ്ട് ഞങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. ഞങ്ങളിപ്പം ഈ പള്ളിയൊക്കെ കത്തിക്കും, ഇപ്പം ഈ സ്കൂളൊക്കെ കത്തിക്കും, നിങ്ങളുടെ സ്കൂളിൽ എഴുതി വച്ചിരിക്കുന്ന വാക്യങ്ങൾ യേശുവിനെ പറ്റിയുള്ള വാക്യങ്ങൾ തന്നെയാണല്ലോ ഈ എഴുത്തിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ തന്നെയാണോ എഴുതിയതെന്നൊക്കെ ചോദിച്ചു. പോലീസ് സ്റ്റേഷനിലൊക്കെ കംപ്ലൈൻറ്റ് കൊടുത്തു. അച്ഛൻ പറഞ്ഞു, ഞങ്ങളുടെ സുവിശേഷം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്, 40 വർഷമായിട്ട് ഈ സുവിശേഷം ഇവിടെ പറയുന്നതാണ്. ഇതിലൂടെ നിങ്ങൾ വിദ്യ അഭ്യസിച്ചവരാണ്, ഇതിലൂടെ നിങ്ങൾ സൗഖ്യം പ്രാപിച്ചവരാണ്, ഇതിലൂടെ നിങ്ങൾ അനേകം പേർ പാമ്പുകടിയിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്, അനേകം പേർ മരണത്തെ മുഖാമുഖം കണ്ടിട്ടും ജീവിച്ച് തിരിച്ചു വന്നവരാണ്. നിങ്ങൾക്കറിയത്തില്ലേ ഞങ്ങളുടെ സുവിശേഷം എന്താണ്? ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പറയുക മാത്രമേ ചെയ്തുള്ളൂ, ഞങ്ങൾക്കൊരു മതനിന്ദ പ്രചരിപ്പിക്കുവാനും ഉദ്ദേശമില്ല എന്ന് അവരോട് വ്യക്തമായി പറഞ്ഞു. എന്നാൽ ഞങ്ങളെ ഏറ്റവും സങ്കടപ്പെടുത്തിയൊരവസ്ഥ, ഞങ്ങളുടെ കൂടെ നിൽക്കാൻ ഒരു വിശ്വാസി പോലും ഇല്ലായിരുന്നു. അതുവരെ വിശ്വാസത്തിൽ നിന്നിരുന്ന ഒരാൾ പോലും ഞങ്ങളുടെ കൂടെ നിൽക്കാനില്ല. മലയാളികളായ 2-3 ടീച്ചേഴ്സ് ഉണ്ട്, അവർ പേടിച്ച് അവരുടെ ക്വാർട്ടേഴ്സിലുണ്ട്. ഞങ്ങൾ മാത്രം ഉറപ്പോടെ ധൈര്യത്തോടെ അവരുടെ മുമ്പിൽ നിന്നു. അവർ പറഞ്ഞു, അയ്യകാരനെ ഞങ്ങൾക്കറിയാം, അമ്മമാർ ചെയ്യുന്ന ശുശ്രൂഷ ഞങ്ങൾക്കറിയാം, ഇവിടെ രോഗികളെ ശുശ്രൂഷിക്കുന്ന ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ കത്തിക്കുന്നില്ല,
അല്ലെങ്കിൽ ഞങ്ങളിവിടെ കത്തിച്ചേനെ, അല്ലെങ്കിൽ ഞങ്ങളിത് തീർത്തേനെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കോലം കത്തിച്ച് നമ്മുടെ മിഷൻ ഹോസ്പിറ്റൽ വരെ കൊണ്ടുപോയി ആ ഹോസ്പിറ്റലിന് മുമ്പിലിട്ട് കത്തിച്ച് നമുക്കെതിരെ പ്രക്ഷോഭങ്ങളെല്ലാം ഉയർത്തി അവിടെ നിന്ന് പോയി. പിന്നീട് ഏകദേശം 6 മാസക്കാലം അതിൻ്റെ അലയടികളായിരുന്നു. 6 മാസക്കാലം ഞങ്ങൾക്ക് ഒറ്റപ്പെട്ട അവസ്ഥയായിരുന്നു. ഞങ്ങൾ ഏറ്റവും കരഞ്ഞ അവസ്ഥ. ഞങ്ങളുടെ മാതാപിതാക്കൾ ഇത്രത്തോളം കഷ്ടപ്പെട്ട് സമ്പാദിച്ച ഈ ജനം, ഈ നാട് എന്തുകൊണ്ട് ദൈവമേ എതിരായി തീർന്നു? എന്തുകൊണ്ട് ദൈവമേ ഞങ്ങളെ തന്നെ ഈ പരീക്ഷണം നേരിട്ടു? വളരെയധികം ഭാരപ്പെട്ടും പേടിച്ചും ജീവിച്ച ദിവസങ്ങളായിരുന്നു. ഓരോ ശബ്ദം കേൾക്കുമ്പോഴും രാത്രിയിലെ ഓരോ ശബ്ദത്തെയും ഭയപ്പെട്ടിരുന്ന ദിവസങ്ങൾ. പത്രോസ് കോഴികൂവലിൻ്റെ ശബ്ദം കേട്ടത് ആദ്യമായിട്ടായിരിക്കും അല്ലേ ജീവിതത്തിൽ. അതുവരെ പത്രോസ് കോഴി കൂവുന്ന ഒരിക്കൽ പോലും കേട്ടിട്ടുണ്ടായിരിക്കത്തില്ല. പക്ഷേ തള്ളി പറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസ് ആ കോഴികൂവലിൻ്റെ ശബ്ദം കേട്ടു. അവൻ്റെ ജീവിതത്തെ പിടിച്ചുലയ്ക്കുന്ന സംഭവമായിട്ടാണ് അവൻ കേട്ടത്. അതുപോലെ ആയിരുന്നു ഞങ്ങൾക്കും. ഞങ്ങളുടെ ഹൃദയം തകർന്ന അവസ്ഥയിൽ ഓരോ ചെറിയ ശബ്ദങ്ങൾ പോലും ഞങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നവരെന്ന് ഭാരപ്പെട്ട് രാത്രിയിൽ ഉറക്കെഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബം. പിന്നീട് കൗണ്ടർ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നൽകി ഈ പ്രക്ഷോഭത്തെ ഒതുക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. അതിന് പല ആൾക്കാരെ ദൈവം ഒരുക്കി. എന്നാൽ അതിലെല്ലാം ഏറ്റവും രസമേറിയ ഒരു കാര്യമുണ്ട്. ഈ ഭാരം വന്നിങ്ങനെ ഇന്ന ആളാണ്, സർപ്പഞ്ചാണ് ഇങ്ങനെ വന്നതെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ അന്ന് ഫിയോനാനച്ചനെ വിളിച്ചു. അച്ചാച്ചനോട് പറഞ്ഞിങ്ങനെ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ വളരെ ഭാരമായിപ്പോയി. അച്ചാച്ചനും ഒരിക്കലും ചിന്തിക്കുന്നേയില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അച്ചാച്ചൻ്റെ ഹൃദയം മുഴുവൻ അവിടെയാണ്, ജീവിതം അവിടെയാണ്, ജീവൻ അവിടെയാണ്. ആ മിഷൻ ഫീൽഡിൽ നിന്ന് ഇങ്ങനെയൊരു ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചില്ല. അച്ചാച്ചനും സങ്കടപ്പെട്ട് കരഞ്ഞില്ല, ഞങ്ങളുടെ മുമ്പിൽ കരഞ്ഞില്ല എന്നുള്ളൂ. അവർ വളരെ പ്രാർത്ഥിച്ചു. എന്നാൽ പിറ്റേ ദിവസം അച്ഛനെ വിളിച്ചു. അച്ഛനെ വിളിച്ചിട്ട് അന്നാകെ നമുക്ക് ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ, മൊബൈലൊന്നും അത്ര സുഭിക്ഷമല്ല, അത്ര ഇല്ല. അച്ഛനെ വിളിച്ചിട്ട് അച്ചാച്ചൻ ചോദിച്ചു, അച്ഛന് മരിക്കാൻ പേടിയുണ്ടോ? അച്ഛന് മരിക്കാൻ പേടിയുണ്ടോ? അച്ഛൻ ക്രിസ്തുവിന് വേണ്ടി ധൈര്യമായിട്ട് മരിച്ചു, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളാം. അച്ഛൻ ക്രിസ്തുവിൻ്റെ നാമത്തിലല്ലേ മരിക്കുന്നത്, ഞങ്ങൾക്ക് സാരമില്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. ഏതെങ്കിലും പിതാവ് ഒരു മകളോട് ഇത്രയും പറയാൻ ധൈര്യപ്പെടുമോ? നിങ്ങൾ മരിച്ചോളൂ. ഒരു മകളെ രക്തസാക്ഷിയായിട്ട് സമർപ്പിച്ച ആ പിതാവാണ്. നിർമ്മല എന്ന മകളെ തൻ്റെ 1.5 വയസ്സിൽ മരണം കൊണ്ടുപോയപ്പോൾ അടക്കാൻ മാതാപിതാക്കളോ ബന്ധുക്കളോ സഹോദരങ്ങളോ ഒന്നുമില്ലാതെ സ്വന്തമായിട്ട് കുഴിയെടുത്ത് അടക്കേണ്ട ഒരവസ്ഥയാണ്. ആ അവസ്ഥയിൽ നിർമ്മലയെ അടക്കിയ വ്യക്തിയാണ്. സ്വന്തം അമ്മയെ കാണിക്കാൻ പറ്റിയില്ല, അമ്മ കണ്ടില്ല നിർമ്മല മരിച്ചിട്ട്. 3ാമത്തെ കുഞ്ഞിനെ പ്രസവിച്ച് 7 ദിവസമായപ്പോഴാണ് നിർമ്മല മരിക്കുന്നത്. ആ ഒരു സംഭവത്തിൽ തളർന്നു പോകാതെ പിന്നീട് 18 വർഷം സുവിശേഷ വേല ചെയ്ത ഞങ്ങളുടെ പിതാവ് ഞങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ധൈര്യമായിട്ട് മരിച്ചു, ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായിരിക്കും. ചാച്ചൻ എപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട്, ദ ബ്ലഡ് ഓഫ് ദ മാർട്ടിയർ ഈസ് ദ സീഡ് ഓഫ് ദ ചർച്ച്. തെർത്തുല്യൻ്റെ വാക്കുകളാണ്. ചാച്ചൻ്റെ പ്രസംഗത്തിൽ ഞാൻ എപ്പോഴും കേട്ടിരുന്ന, എൻ്റെ ഹൃദയത്തെ തൊട്ടുലച്ചിട്ടുള്ള വാക്കുകളാണ്. ദ ബ്ലഡ് ഓഫ് ദ മാർട്ടിയർ ഈസ് ദ സീഡ് ഓഫ് ദ ചർച്ച്. ഒരു രക്തസാക്ഷിയുടെ മരണമാണ് സഭയുടെ വിത്ത്. ക്രിസ്തു തന്നെ ഗോതമ്പ് മണിയെ ഉപമിച്ചുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് വെറുതെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കും. നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുവാൻ ഒരു ഗോതമ്പ് മണിക്ക് തുല്യമായി വെറുതെ ആഹാരമായി മാറിപ്പോകാതെ ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിൻ്റെ നിലത്തിൽ കുഴിച്ചിടുവാൻ
നമ്മുടെ വിത്തിനെ ക്രിസ്തുവിൻ്റെ ചെടിയായിട്ട് രൂപാന്തരപ്പെടുത്തുവാൻ, ക്രിസ്തുവിന് വേണ്ടി അനേകർക്ക് ആശ്വാസമായി തീരുവാൻ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഈ മറിയയെ പോലെ തൈലം അർപ്പിച്ച ഈ മറിയ തൻ്റെ ജീവിതത്തെ മുഴുവനായിട്ട് സമർപ്പിച്ചു. മൂന്നാമതായിട്ട് നമുക്ക് കാണാം യേശുവിൻ്റെ അമ്മ മറിയ. യേശുവിൻ്റെ അമ്മ മറിയയുടെ ത്യാഗം പിന്നെ നമുക്ക് പറയാതെ തന്നെ അറിയാം അല്ലേ? അവളുടെ ഉറച്ച വിശ്വാസം, അവൾക്ക് അനുഭവിച്ച പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? ഒരു കന്യകയായ ഒരു സ്ത്രീ ഗർഭിണിയാവുന്നു. അത് ആരാന്ന് മറ്റുള്ളവർക്ക് അറിയത്തില്ല. യോസഫ് ഉപേക്ഷിച്ചു പോകാൻ ഭാവിക്കുന്നു. അവിടെയെല്ലാം തൻ്റെ ഇടത്തോടെ ഉറച്ചു നിന്നുകൊണ്ട് ഞാനിത് ഏറ്റെടുത്തിരിക്കുന്നു ദൈവമേ എന്ന് അവളുടെ ജീവിതത്തെ കർത്താവിന് കൊടുക്കുവാൻ സാധിച്ചു. യേശുവിൻ്റെ അമ്മ മറിയ ഭാഗ്യവതി എന്ന എലിസബത്ത് വാഴ്ത്തിയോളാണ്. ആ മറിയയുടെ ഭാഗ്യാവസ്ഥ എന്തായിരുന്നു? നമ്മൾ പറയും ഭാഗ്യം എന്ന് പറയുന്നത് സമ്പത്താണ്, അല്ലെ ജീവിതത്തിൻ്റെ നന്മകളാണ്, അല്ലെ മക്കളുടെ സമൃദ്ധിയാണ്, മക്കളുടെ ഉയർച്ചയാണ്, മക്കൾ നല്ലതായിട്ട് ജീവിക്കുന്നതാണെന്നാണ് നമ്മുടെ സമ്പത്തെന്ന്, ഭാഗ്യമെന്ന് നാം പലപ്പോഴും പറയും. എന്നാൽ യേശുവിൻ്റെ അമ്മ മറിയയുടെ ഭാഗ്യവതി എന്ന് വിളിച്ച ഈ മറിയ അനുഭവിച്ച വേദനകൾ എത്ര വലുതാണ്! അതാണോ ഭാഗ്യം? സ്വന്തം മകനെ പിച്ചു ചീന്തുന്നത് കണ്ടോണ്ട് നിൽക്കുന്ന, സ്വന്തം മകനെ നഗ്നനാക്കി മറ്റുള്ളവർ പരിഹസിക്കുന്നു, ഒരു മനുഷ്യനും അനുഭവിച്ചിട്ടില്ലാത്തവണ്ണം ക്രൂരതകൾ അനുഭവിക്കുന്ന മകൻ, പിടഞ്ഞുകൊണ്ട് കുരിശുമേന്തി പോകുന്ന മകൻ, അവൻ്റെ കൂടെ കരഞ്ഞുകൊണ്ട് പോകാനല്ലാതെ ഈ മറിയയ്ക്ക് സാധിക്കുന്നില്ല. ആ കുരിശൊന്ന് താങ്ങാൻ പോലും പറ്റുന്നില്ല. അതാണോ ഭാഗ്യാവസ്ഥ? നാം പലപ്പോഴും ചിന്തിക്കണം. ഭാഗ്യം എന്ന് പറയുമ്പോൾ എന്താണ് ഭാഗ്യം? ജീവിതത്തിൻ്റെ ഭാഗ്യം എന്താണ്? ക്രിസ്തുവിനെ വേണ്ടി സമർപ്പിച്ചു കഴിയുമ്പോൾ ലഭിക്കുന്ന ഭാഗ്യം ഇതായിരിക്കും. ക്രിസ്തുവിനെ ജീവിതത്തിൽ വഹിക്കുവാനുള്ള ഭാഗ്യം, തൻ്റെ ഉദരത്തിൽ ചുമക്കുവാനുള്ള ഭാഗ്യം അവർക്ക് ലഭിച്ചു. ഒരു ദൈവപുത്രനെ, ക്രിസ്തുവിനെ, ദൈവത്തെ ഉദരത്തിൽ ചുമക്കുവാനുള്ള ഭാഗ്യം അവൾക്ക് ലഭിച്ചു. അവളുടെ ജീവിതകാലം മുഴുവൻ നാം കാണുന്നതാണ്. വെള്ളം വീഞ്ഞാക്കിയപ്പോഴും എല്ലാം യേശുവിനോട് ചേർന്ന് നിന്ന് യേശുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത് യേശുവിൻ്റെ ദൈവത്വത്തെ മനസ്സിലാക്കിയ ഈ മറിയ അവളുടെ ജീവിതം മുഴുവൻ ക്രിസ്തുവായിരുന്നു, ദൈവമായിരുന്നു. അവളുടെ ഉറച്ച വിശ്വാസം അവളെ അന്ത്യത്തോടെ ധൈര്യത്തോടെ നിലനിർത്തി. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ നമുക്ക് ഉറച്ച വിശ്വാസത്തോടെ നേരിടുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. 3 കാര്യങ്ങളാണ് ഞാൻ വേണ്ടത്. ഒന്ന്, നമ്മുടെ ഒരുക്കം, നമ്മുടെ റെഡിനെസ്. 3 സ്ത്രീകളിൽ നിന്ന് വിവിധ തരത്തിലുള്ള വിശ്വാസത്തെ പറ്റി നാം കേട്ടു. അതിലൂടെ നാം പ്രാപിക്കേണ്ട ഒന്നാണ് ക്രിസ്തുവിനായുള്ള ഒരുക്കം, റെഡിനെസ് ഫോർ ക്രൈസ്റ്റ്. രക്ഷയ്ക്കായുള്ള ഒരു ഒരുക്കം വേണം. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ പെസഹ കഴിപ്പാനായിട്ട്, വിടുതൽ പ്രാപിക്കാനായിട്ട് പോകുമ്പോൾ അവരെ ഒരുക്കുന്ന മോശ പലതരം കണ്ടീഷൻസ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ തിടുക്കത്തിൽ കഴിക്കണം, പുളിപ്പില്ലാത്തപ്പം ഉണ്ടാക്കണം, പെട്ടെന്ന് പോകണം, അതുകൊണ്ട് മറ്റുള്ളവരുടെ മിസ്രൈമ്യരുടെ ആഭരണങ്ങളൊക്കെ ചോദിച്ച് വാങ്ങിച്ചു വെക്കണം, യാഗം കഴിപ്പാനായിട്ട് പോവുകയാണ്, അതുകൊണ്ട് നിങ്ങൾ അതിനായിട്ട് ഒരുങ്ങണം, പെസഹ കഴിക്കണം. അതിനായിട്ടുള്ള ഒരുക്കം അവരെ അതിനായിട്ട് ആ മിസ്രൈമിൽ നിന്നുള്ള രക്ഷയ്ക്കായിട്ട് ഒരുക്കുന്ന മോശയെ നമുക്ക് കാണാം. ആ ഒരു ഒരുക്കം ഈ നോമ്പ് കാലങ്ങളിലും നമുക്ക് ഉണ്ടായോ? ഈ 40 ദിവസം നാം നോമ്പ് ആചരിച്ചപ്പോൾ ഈ ഒരുക്കത്തിനുള്ളൊരു സമയമായിരുന്നു, ഈ റെഡിനെസ്സിന് വേണ്ടിയുള്ള ഒരു സമയമായിരുന്നു. നമ്മുടെ ഒരുക്കം എത്രത്തോളം പൂർണ്ണമായിട്ടുണ്ട്?
നാളെ നാം വിശുദ്ധ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ ഒരുക്കം എത്രത്തോളം പൂർണ്ണമായിട്ടുണ്ട്? രണ്ടാമത് വേണ്ടത് നമുക്ക് റിപ്പൻഡൻസ്, നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള അനുതാപവും ആ ഒരുക്കത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട ഒന്നാണ് അനുതാപം, റിപ്പൻഡൻസ്. നമുക്കറിയാം, യോന തൻ്റെ വചനമായിട്ട് ചെല്ലുമ്പോൾ, ദൈവം കൊടുത്ത വാക്കുകളുമായിട്ട് ചെല്ലുമ്പോൾ, ആ ഒരു ദേശം മുഴുവൻ, നിനവേ ദേശം മുഴുവൻ ചാക്കിലും രട്ടിലും ഇരുന്ന് വെണ്ണീറിലും ഇരുന്ന് ഉപവസിക്കുന്ന ഒരു നിനവേക്കാരെ നമുക്ക് കാണാം. ചാക്കിലും ചാരത്തിലും കിടന്ന് ഉപവസിക്കുന്ന നിനവേ. യോന അവരോട് ദൈവത്തിൻ്റെ കാഠിന്യമേറിയ ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് മനസ്സിലാക്കി തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് അനുതാപപ്പെട്ട് രക്ഷയ്ക്ക് വേണ്ടി കാംക്ഷിക്കുന്ന നിനവേക്കാർ. കർത്താവിന് അതുകൊണ്ട് മനസ്സലിഞ്ഞ് അവർക്ക് രക്ഷ നൽകുകയാണ്. വളരെ ചെറിയ കൂട്ടം ജനമാണെങ്കിലും കർത്താവ് അവരെ തിരഞ്ഞെടുത്തു എന്ന് ദൈവം മനസ്സിലാക്കി കൊടുക്കുകയാണ് യോനയ്ക്ക്. എന്നാൽ യോനയ്ക്ക് പറ്റുന്ന ഒരു കുഴപ്പമുണ്ട്. യോനയ്ക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. യോന ഒരിക്കലും രട്ടിലും വെണ്ണീറിലും ഇരുന്നില്ല, അല്ലേ? യോന സുഖമായിട്ട് മത്സ്യത്തിൻ്റെ വയറ്റിലായിരുന്നു, പിന്നെ വെള്ളത്തിൽ വന്നു, പിന്നെ എങ്ങനെയൊക്കെയോ നിനവേ വന്നു. യോനയ്ക്ക് ഈ രട്ടിൻ്റെ വെണ്ണീറിൻ്റെ അനുഭവം ഉണ്ടായില്ല. അവന് ദേഷ്യം വരികയാണ്. നിനവേ അനുതപിച്ച് ചാരത്തിൽ കിടന്നു രക്ഷ പ്രാപിച്ചു. എന്നാൽ യോനയ്ക്ക് അനുദപിക്കാൻ സാധിക്കാതെ ചിലപ്പോൾ ഈ ചാരത്തിൻ്റെ അവസ്ഥയിൽ അവന് വന്നില്ലാത്തതുകൊണ്ടായിരിക്കാം. നാമും പലപ്പോഴും ഈ യോനയെ പോലെ ആകാറുണ്ട്. മറ്റുള്ളവരോടൊക്കെ പറയാൻ എളുപ്പമാണ്, എന്നാൽ നമ്മുടെ ജീവിതങ്ങളെ ആ ഒരു അനുതാപത്തിൻ്റെ അവസ്ഥയിൽ കൊണ്ടെത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ദാവീദിനെ നമുക്ക് കാണാം. ദാവീദ് തെറ്റ് ചെയ്തപ്പോഴെല്ലാം തൻ്റെ പാപത്തെക്കുറിച്ച് കരഞ്ഞ് വിലപിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കരഞ്ഞ വ്യക്തിയാണ്. അതുകൊണ്ടാണ് ദാവീദിൻ്റെ വംശാവലിയിൽ കർത്താവ് ജനിക്കുകയും ദാവീദിൻ്റെ മകനെന്ന് കർത്താവിനെ വിളിക്കുകയും ചെയ്തു. ഒരു പുസ്തകത്തിൽ ഇപ്രകാരം വായിച്ചു, നമുക്കൊക്കെ രണ്ട് കണ്ണുകളുണ്ട്, ഒരു കണ്ണ് മതി കാഴ്ചയ്ക്ക്. നമ്മൾ രണ്ട് കണ്ണ് കാണുമ്പോൾ രണ്ട് കണ്ണുകൊണ്ടും കാണുന്നുണ്ട്. ഒരു കണ്ണുകൊണ്ടുള്ള കാഴ്ചയ്ക്കും നമ്മൾ വിഷൻ എന്ന് പറയും. രണ്ട് കണ്ണുകൊണ്ട് കാണുമ്പോൾ അതിന് എന്നാ പറയണം? ഡൈ വിഷൻ എന്ന് പറയണം, അല്ലേ? ഡൈ എന്ന് പറയുമ്പോൾ രണ്ട്. എന്താണ് ഡൈ വിഷൻ? ഡിവിഷൻ. വിഷൻ ഡിവിഷനായിട്ട് പോവുകയാണ്. നമ്മുടെ കാഴ്ചകൾ ഉൾക്കാഴ്ചയില്ലാത്തതായിട്ട് മാറിപ്പോവുകയാണ്. ഒരു കണ്ണുകൊണ്ട് കാണുന്നത് രണ്ട് കണ്ണുകൊണ്ട് കണ്ടിട്ട് ഡിവിഷനായി പോകുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ? നമുക്ക് മാനസാന്തരമില്ലാത്ത അവസ്ഥ, ഏതിനും എന്തിനും പെറുപെറുക്കുന്ന അവസ്ഥ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെപ്പറ്റി പെറുപെറുക്കുന്ന അവസ്ഥ, മുന്നോട്ടുള്ള ദീർഘവീക്ഷണമില്ലാതെ ക്രിസ്തുവിനെ പറ്റി ആലോചിക്കാതെ ഡിവിഷൻ ഉണ്ടാക്കുന്ന അവസ്ഥ, സഭയിലും ഭവനത്തിലും സമൂഹത്തിലുമൊക്കെ ആ ഡിവിഷൻ ഉണ്ടാക്കുന്നവരാണോ നാം? നമ്മെ തന്നെ ശോധന ചെയ്യണം. ആ ഉൾക്കാഴ്ച നഷ്ടപ്പെട്ട് വിഷൻ പോയിട്ട് ഡിവിഷനാക്കി മാറ്റുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ നാം അനുദപിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടതാണ് റെക്കൺസിലിയേഷൻ. ക്രിസ്തുവുമായിട്ട് നിരപ്പിൻ്റെ അവസ്ഥയിൽ, യഥാസ്ഥാപനത്തിൻ്റെ അവസ്ഥയിൽ നാം എത്തിച്ചേരണം. നാം ഈ വർഷം യഥാസ്ഥാപനത്തിൻ്റെ വർഷമായിട്ട് ആചരിക്കുകയാണ്. ആ ഒരു വർഷം മുഴുവൻ നാം ചിന്തിക്കുമ്പോൾ ഈ ഒരു വർഷത്തിൻ്റെ അവസാനമെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ യഥാസ്ഥാപനം സാധിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. നമ്മുടെ കംഫോർട്ട് സോണുകളൊക്കെ വിട്ട് റിസ്ക് എടുക്കാൻ നാം തയ്യാറാവുന്നുണ്ടോ? ഈ വീണ്ടെടുപ്പിൻ്റെ അവസ്ഥയിൽ, യഥാസ്ഥാപനത്തിൻ്റെ അവസ്ഥയിൽ, ഈ റിക്കൺസിലിയേഷൻ്റെ അവസ്ഥയിൽ നമുക്ക് സുഖം തരുന്ന അവസ്ഥകളിൽ നിന്നൊക്കെ വിട്ട് ക്രിസ്തുവിന് വേണ്ടി ഒരു റിസ്ക് എടുക്കാൻ, നമ്മുടെ ജീവിതങ്ങളെ ത്യജിക്കുവാൻ, ജീവിതങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകയാക്കുവാൻ സാധിക്കുന്നുണ്ടോ? പത്രോസിനും മറ്റു ശിഷ്യന്മാർക്കുമൊക്കെ അവരുടെ വള്ളവും വലയും എല്ലാം വിട്ടിട്ടാണ് അവർ ക്രിസ്തുവിനെ അനുഗമിച്ചത്. തങ്ങളുടെ സ്വന്തമെന്ന് വിചാരിച്ചിരുന്നത്, തങ്ങളുടെ ജീവിതമാർഗമെന്ന് വിചാരിച്ചിരുന്നതെല്ലാം വിട്ട്
തങ്ങൾക്ക് ഏറ്റവും പരിചിതമായ കടലിനെയും ഒക്കെ വിട്ടിട്ടാണ് ക്രിസ്തുവിനെ പിൻപറ്റുന്നത്. നാമും നമ്മുടെ വള്ളവും വലയും ഒക്കെ ഉപേക്ഷിക്കുവാൻ നാം തയ്യാറാവുന്നുണ്ടോ? എന്നെ ഏറ്റവും ആശ്വസിപ്പിച്ച കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിസന്ധികളുടെയൊക്കെ മധ്യത്തിൽ ആശ്വസിപ്പിച്ച ഒരു വ്യക്തിയാണ് ദാനിയേലും ശദ്രക്കും മേശക്കും അബേദ്നെഗോവും. അവർ തങ്ങളുടെ സുഖങ്ങളെല്ലാം വിട്ടു. രാജാവിൻ്റെ സന്നിധിയിൽ അവർക്ക് എല്ലാം കിട്ടുമായിരുന്നു, എല്ലാ സൗകര്യങ്ങളും ഒരുക്കാമായിരുന്നു, എല്ലാ തരത്തിലുള്ള ഭക്ഷണവും കഴിക്കാമായിരുന്നു, രാജകീയ സുഖങ്ങളെല്ലാം അനുഭവിക്കാമായിരുന്നു. എന്നാൽ അതിനെയെല്ലാം വിട്ട് അവർ തങ്ങളുടെ സ്വന്തം ദൈവത്തെ ആരാധിച്ചു. തങ്ങളുടെ സ്വന്തം ദൈവത്തിന് വേണ്ടി തങ്ങളുടെ ജീവിതം പോലും വിട്ടുകൊടുക്കുവാൻ തയ്യാറായി. ദാനിയേലിന്റെ മുൻപിൽ നിന്ന് കരയുന്ന രാജാവിന്റെ മുമ്പിൽ നിന്നല്ലേ ദാനിയേൽ കരയേണ്ടത്? എന്നാൽ ആ സിംഹക്കുഴിയുടെ മുമ്പിൽ ദാനിയേലിന്റെ മുമ്പിൽ നിന്ന് കരയുന്ന രാജാവിനെയാണ് നാം കാണുന്നത്. ദാനിയേലേ, നീ ജീവനോടെ ഉണ്ടോ? നിന്നെ വിടുവിക്കുവാൻ നിന്റെ ദൈവം പ്രാപ്തനായോ എന്ന് ചോദിച്ച് കരയുന്ന രാജാവ്. നമ്മുടെ ജീവിതം മൂലം നമ്മുടെ മേലുദ്യോഗസ്ഥരെ, നമ്മുടെ സഭയെ, നമ്മുടെ സമൂഹത്തെ സ്വാധീനിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? കരയുന്ന അവസ്ഥയിൽ, അനുതാപത്തിന്റെ അവസ്ഥയിൽ എത്തിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിന്റെ ജീവിതത്തെ നോക്കി. അവൻ ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഈ ദൈവത്തെ തന്നെ സേവിക്കും. എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും? ഇന്നിവിടെ ഒരു പ്രക്ഷോഭം വരികയാണ്. ഇന്ന് നമ്മൾ കണ്ടു, ഇന്ന് പാർലമെന്റിൽ ഒരു ബില്ല് പാസ്സാക്കാനിരുന്നാണ്. ഫോറിൻ ആക്ടിന്റെ ബില്ല് നടപ്പാക്കി ക്രിസ്ത്യാനികൾക്കെതിരെ എന്നുള്ള ഒരു ചിന്തയിലാണ് ഇപ്പോൾ ആയിരിക്കും. ഇത് മാത്രമല്ല, ഇനിയും പീഡനങ്ങൾ വരാം. നമ്മുടെ മിഷണറിമാർ പലയിടത്തും ഇപ്പോഴും പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിലും ഒക്കെ പഴയ പോലെ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇന്ന് നാം നമ്മുടെ കേരളത്തിൽ നീ ക്രിസ്ത്യാനിയാണെങ്കിൽ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞാൽ എത്ര പേര് തൻ്റെ ഇടത്തോടെ ഉറച്ചു നിൽക്കും ക്രിസ്തുവിന് വേണ്ടി? തങ്ങളുടെ കംഫർട്ട് സോണൊക്കെ വിട്ട് ആ റിസ്കിലേക്ക് എത്ര പേര് ധൈര്യത്തോടെ എഴുന്നേറ്റ് നിൽക്കും? അന്നേരം ഈ കോളർ മുക്കി നിൽക്കുമോ എന്ന് നാം ചിന്തിക്കണം. നീ ക്രിസ്തുവിന് വേണ്ടി നിൽക്കാൻ നമ്മുടെ സുഖങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് ക്രിസ്തുവിന് വേണ്ടി നിൽക്കാൻ തയ്യാറാകുന്നു. നമ്മുടെ ചിന്തകളിൽ നിന്നുള്ള മോചനം സാധ്യമാകണം. നമ്മുടെ ചില ചിട്ടകളിൽ നിന്നുള്ള മോചനം സാധ്യമാകണം. നമുക്കുണ്ടായിട്ടുള്ള ചില അറിവുകളിൽ നിന്നുള്ള മോചനം സാധ്യമാകണം. നമ്മുടേതായുള്ള ചില ആഗ്രഹങ്ങളിൽ നിന്നുള്ള മോചനം സാധ്യമാകണം. അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതങ്ങളെ റിസ്ക് എടുക്കാനായിട്ട് ക്രിസ്തുവിന് വേണ്ടി മാറ്റിവെക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി മരണം വരെ പോരാടുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഞങ്ങളെൻ്റെ മകളെക്കുറിച്ച് പറഞ്ഞു. അവളെക്കുറിച്ച് ഞങ്ങൾക്ക് ഇപ്പോൾ ഭാരമില്ല. ആദ്യ 1-2 വർഷങ്ങളിൽ ഞങ്ങൾ വളരെ ഭാരപ്പെട്ട് വേദനിച്ച് കൊണ്ടുപോകുന്ന ഇടങ്ങളിലെല്ലാം കൊണ്ടുപോയി. ഫിസിക്കലായിട്ട് അവൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്തു. ഒന്നും സാധ്യമല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് അവളെ സ്വയം പര്യാപ്തയാക്കി മാറ്റി അവളെ നിർത്തുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. അവൾക്ക് 1/2 മീറ്ററെ കാണുള്ളൂ എന്ന് പറഞ്ഞ് അവൾ ഇന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവൾ എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യും. മലയാളം എഴുതും, വായിക്കാൻ പുറമെ വായിക്കുകയല്ല, മലയാളം ഇംഗ്ലീഷും എഴുതും. അക്കാഡമിക് ലെവലിൽ വലിയ പ്രതീക്ഷ ഞങ്ങൾക്കില്ല. അവളുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ എങ്ങനെ കണ്ടെത്തി കൊടുക്കണം? ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, ദൈവമേ നീ തന്നെ അവളോട് നേരിട്ട് ഇടപെടണമേ, നീ തന്നെ അവളോട് നേരിട്ട് സംസാരിക്കണം. അവളിപ്പോൾ ഹോസ്റ്റലിലാണ്, അടൂർ മണക്കാല ഹോസ്റ്റലിലാണ്. അവിടെ ഇതുപോലുള്ള അനേകം കുഞ്ഞുങ്ങളുണ്ട്. നമ്മുടെ ഹോസ്റ്റലിലുള്ള ഈ 150-120 കുഞ്ഞുങ്ങളല്ല, ഈ കേരളത്തിൽ തന്നെ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളാണ് ഇതുപോലെ വൈകല്യങ്ങളാൽ ഭാരപ്പെടുന്നത്. അവർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ എന്ത് ചെയ്യാൻ സാധിക്കും? ഞങ്ങൾ മിഷൻ ഫീൽഡിലായിരുന്നപ്പോൾ ഞങ്ങൾ ചിന്തിച്ചു, ഞങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ വേല, സുവിശേഷ വേല ചെയ്യുകയാണ്, ഇതാണ് ഏറ്റവും വലിയ വേല എന്ന് ഞങ്ങൾ ചിന്തിച്ചെടുത്താണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ കുഞ്ഞിനെ തന്നത്. വൈകല്യങ്ങളുള്ള കുഞ്ഞിനെ തന്നപ്പോൾ
ഞങ്ങൾ ഭാരപ്പെട്ടിരുന്ന അവസ്ഥയിൽ ഞങ്ങളുടെ ഉമ്മൻചോറച്ചൻ വന്ന് ഞങ്ങളോട് പറഞ്ഞു, വിഞ്ചു അച്ഛനും നിഷയ്ക്ക് മാത്രമേ ഈ ഒരു മാലാഖയെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. മറ്റൊരാളായിരുന്നെങ്കിൽ ചിലപ്പോൾ ഉപേക്ഷിച്ചു പോയേനെ, മറ്റൊരാളായിരുന്നെങ്കിൽ ചിലപ്പോൾ അവളെ വിട്ടുകളഞ്ഞേനെ. നിങ്ങൾക്ക് മാത്രമേ ഈ മാലാഖയെ നോക്കുവാൻ ഉള്ള പ്രാപ്തിയുള്ളൂ. അതാണ് ദൈവം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മാലാഖയെ തന്നത്. അതാണ് യേശു കർത്താവ് ഇന്ന് 11-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകും. ഒരാശാരിയായിരുന്ന യേശു തൻ്റെ ജീവിതകാലത്തിൽ മുഴുവൻ നുകങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിരിക്കാം. പലസ്തീൻകാരെ പറ്റി പറയുന്നത് നുകങ്ങൾ ഉണ്ടാക്കുന്നത് പെർഫെക്റ്റ് ടു ദ ഓക്സൺ എന്നാണ്. അതായത് നമ്മളൊരു അളവെടുത്ത് തയ്ക്കുന്നത് പോലെയാണ് നുകം ഉണ്ടാക്കുന്നത്. ആ കാളയുടെ അളവിനൊത്ത് കാളയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ ആണ് നുകം ഉണ്ടാക്കുന്നത്. ആ നുകം പക്ഷേ കാളയ്ക്ക് ഭാരമാണ് എങ്ങനെയെന്നാലും. എന്നാൽ യേശു കർത്താവ് പറയുന്നു, എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകും. നിങ്ങൾക്ക് ചുമക്കാൻ പറ്റുന്ന നുകമേ ഞാൻ നിങ്ങളോട് വലിപ്പിക്കുകയുള്ളൂ. ഒരു വശത്ത് ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. ആ ചുമട് വലിക്കുവാൻ ഞാൻ നിന്റെ കൂടെ ഉള്ളപ്പോൾ നിന്റെ ചുമട് വളരെ ലഘുവായി തീരും. നിന്റെ ചുമട് ഭാരം കുറഞ്ഞു നിൽക്കും. ഞാൻ ആ ചുമട് വഹിക്കുന്നതുകൊണ്ട് നിന്റെ ചുമടിൻ്റെ ഭാരം കുറഞ്ഞു നിൽക്കും. എന്നാൽ ചുമട് ഇല്ലാതാക്കാമെന്ന് കർത്താവ് പറയുന്നില്ല. നമ്മൾ ഈ ലോക ജീവിതത്തിലായിരിക്കുമ്പോൾ നുകം വലിച്ചേ മതിയാകും. ക്രിസ്തുവിൻ്റെ നുകം ഏറ്റുകൊണ്ട് പഠിക്കുവാൻ നമുക്ക് സാധിക്കണം. നുകമൊന്നുമില്ലാതെ ലാവിഷായിട്ട് ജീവിക്കുവാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ ക്രിസ്തുവിൻ്റെ നുകം, ക്രിസ്തു ഉള്ളപ്പോൾ നമ്മുടെ നുകത്തിൻ്റെ ഭാരം കുറഞ്ഞു കിട്ടി ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ അറിയുന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതം എത്രത്തോളം ക്രിസ്തുവിന് വേണ്ടി ഒരുക്കപ്പെടുന്നു, നമ്മുടെ റെഡിനെസ് എത്രത്തോളമായി ഈ ഒരു ഈസ്റ്ററിലേക്ക്, ഈ ഒരു അതിനു മുമ്പുള്ള പെസഹായിലേക്ക്, ഈ ഒരു ദുഃഖവെള്ളിയാഴ്ചയിലേക്ക് നാം ഒരുങ്ങുമ്പോൾ നമ്മുടെ ഒരുക്കം പൂർത്തിയായോ? നമ്മുടെ പാപങ്ങളെ പറ്റി നാം ഓർക്കുന്നുണ്ടോ? മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ക്രിസ്തുവുമായിട്ട് വീണ്ടെടുപ്പ്, രക്ഷയുടെ അവസ്ഥയിൽ നമ്മളെ തന്നെ ഒരുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? റെക്കൺസിലിയേഷന് ലഭിക്കുവാൻ, ആ യഥാസ്ഥാപനത്തിൻ്റെ അവസ്ഥയിൽ എത്തിച്ചേരുവാൻ, റെസ്റ്റോറേഷൻ്റെ അവസ്ഥയിൽ എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതിനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതങ്ങളെ അതിനായിട്ട് സമർപ്പിക്കാം. ഈ ഒരു നോമ്പ് കാലയളവിൽ ദൈവം നിങ്ങളോട് സംസാരിച്ച വിധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഭവത്തിന് മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് എനിക്ക് അവസരം തന്ന പ്രകാശിച്ചനോടും ചർച്ച കമ്മിറ്റി അംഗങ്ങളോടും നിങ്ങൾ ഓരോരുത്തരോടും, പ്രത്യേകിച്ച് എന്നെ ഇത്രയും നേരം കേട്ടിരുന്ന ഓരോരുത്തരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.